IFPHന്റെ 2034 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ലോക നാടക ദിനമാണ്. ഒരു നാടകവും ഹോമിയോപ്പതിയുമായി എന്ത് ബന്ധം, അല്ലെങ്കിൽ ചികിത്സയുമായി എന്ത് ബന്ധം എന്ന് സാമാന്യമായി ഒരാൾക്ക് ചിന്തിക്കാം. പക്ഷേ ഹോമിയോപ്പതിയുടെ മെറ്റീരിയൽ മെഡിക്ക എന്ന പുസ്തകത്തിലെ പല മരുന്നുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഡ്രഗ് പിക്ചർ, ഡ്രഗ് ഡ്രാമ എന്ന് തന്നെ ഉണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ ഓരോ കഥാപാത്രങ്ങളായി ആണ് ഓരോ മരുന്നുകളും അവതരിക്കുന്നത്. അതിന്റെ ഇപ്പോ ഫിയർഫുൾ എക്സ്പ്രഷൻ, മുഖത്തെ ഭാവം തന്നെ കൗണ്ടൻസ് ഈസ് എക്സ്പ്രസീവ് ഓഫ് ഫിയർ എന്ന് പറയുന്നുണ്ട്. ഒരു രോഗിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഭാവങ്ങളെ ഒപ്പിയെടുക്കാനുള്ള ഒരു ക്യാമറയായിട്ട് അല്ലെങ്കിൽ സംവിധായകന്റെ കണ്ണോടുകൂടി ആയിരിക്കണം ആണ് ഓരോ ഹോമിയോപ്പതി ഡോക്ടർമാരും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കലാരംഗത്തെ കലാകാരന്മാരുമായി ഹോമിയോപ്പതിയുമായി വളരെ ബന്ധമുണ്ട്. ഹോമിയോപ്പതി ഡോക്ടർമാർ പലരും കലാകാരന്മാരാണ്. നമുക്കറിയാം, സിനിമാ രംഗത്തെ ഏറ്റവും പ്രശസ്തനായ ഡയറക്ടർ ഡോക്ടർ ബിജു, ഇത് ഹോമിയോപ്പതി ഡോക്ടറാണ്. ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറ, അങ്ങനെ ധാരാളം പേര്. ഇനി അരങ്ങ് കാണാത്ത നടന്മാർ ധാരാളം ഇനിയുമുണ്ട്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈലെ ആദരവും ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല, പ്ലീസ്. ഡോക്ടർ മ്യൂട്ടാണേ, മ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ലോക നാടക ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുവാനായി ആണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ലോക നാടക ദിനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് MR ഗോപകുമാർ സാറാണ്. സാറ് നമ്മോടൊപ്പം പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നാടകത്തിൽ സാറ് ആദ്യമായി 1974 അമച്വർ നാടകത്തിൽ രക്ഷാപുരുഷൻ എന്ന നാടകത്തിലാണ് സാർ ആദ്യമായി അഭിനയിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങിയ സാറിന്റെ ആ ഒരു അഭിനയ ജീവിതത്തിന്റെ സപര്യ ഇന്ന് നമുക്ക് അറിയാം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. സാർ ഒട്ടനവധി എത്ര സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും എല്ലാം അഭിനയിക്കുകയും തൻ്റെതായ ഒരു ശൈലിയും തൻ്റെതായ ഒരു ഇടവും അഭിനയ രംഗത്ത് കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിയാണ് ഗോപകുമാർ സാറ്. ഒട്ടനവധി പുരസ്കാരങ്ങൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ, അതുപോലെ സീരിയൽ അവാർഡുകൾ ഒക്കെ വാരിക്കൂട്ടിയിട്ടുള്ള ഗോപകുമാർ സാറാണ് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ളത്. സാറിനെ വളരെ സ്നേഹപുരസ്സരവും ആദരപുരസ്സരവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ മലയാളത്തിലെ പുരോഗമന നാടകങ്ങൾ തുടക്കവും വളർച്ചയും എന്നുള്ള വിഷയത്തിൽ പ്രഭാഷണം നടത്തുവാനായി എത്തിയിട്ടുള്ള ശ്രീ ബൈജു ചന്ദ്രൻ സാറ്. അദ്ദേഹം ദൂരദർശനിലെ മുൻ പ്രോഗ്രാം ഡയറക്ടറാണ്, കൂടാതെ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബിജു പെരുമ്പഴ സാറിനെ കാണുന്നുണ്ട്. വിശേഷാൽ പ്രോഗ്രാമിലെല്ലാം സാറ് പങ്കെടുക്കുകയും നല്ല ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാറിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിൽ കൃതജ്ഞത പറയാനെത്തുന്ന എൻ്റെ പ്രിയങ്കരിയായ ഡോക്ടർ മറിയാമ്മ ജോൺ, ഡോക്ടർക്കും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഡോക്ടറെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ പ്രത്യേക ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന, നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കാണാനും കേൾക്കുവാനും ഇടയാക്കുന്ന ഡോക്ടർ മനോജ് GSനെയും ഇന്നത്തെ മോഡറേറ്ററായി ഇരിക്കുന്ന മനോജ് ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ എല്ലാവരെയും തന്നെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഒരു അപൂർവ കലാകാരനാണ് ശ്രീ MR ഗോപകുമാർ. സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കലയുടെ അഭിനയത്തിന്റെ അങ്ങേയറ്റം എത്തിയ ആളാണ്. ശ്രീ ഗോപകുമാർ സാറിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ആദരവ് ക്ഷണിക്കും. സർ, പ്ലീസ്. Thank you, Dr. Manoj, Dr. Shaila,
മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ ബൈജു ചന്ദ്രന്റെ സുഹൃത്താണ്. മറ്റ് പ്രതിനിധികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ സാദര നമസ്കാരം. ഇവിടെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത് ബൈജു ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി വളരെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ആദ്യത്തെ നാടകം കളിക്കുന്നത് 1974 അത് 68-ലാണ്. 1968-ലാണ്. SSLC-ക്ക് പഠിക്കുമ്പോഴാണ്. SSLC-ക്ക് പഠിക്കുമ്പോൾ ഒരു നാടകം കളിച്ചു. അത് TN ഗോപിനാഥൻ നായരുടെ മൃഗം എന്ന് പറയുന്ന നാടകമായിരുന്നു. അത് അപ്പോൾ കഴിഞ്ഞു. അത് സ്കൂൾ നാടകമായിരുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലൊരു നാടകം കളിച്ചു. അത് PJ ആൻ്റണിയുടെ കല്യാണ ചിട്ടി എന്ന് പറയുന്ന ഒരു ഹ്യൂമറൊക്കെ ഉള്ള ഒരു നാടകമായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നു. 71-ൽ തിരുവനന്തപുരത്ത് വന്നു. 73-ൽ ജോലി കിട്ടി. ഞാൻ എൻ്റെ ഓഫീസ് പോസ്റ്റൽ PNT ഓഡിറ്റ് ഓഫീസായിരുന്നു. കടമ്പനിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ഓഫീസായിരുന്നു. ആ ഓഫീസിൽ ജോയിൻ ചെയ്തതാണ് എൻ്റെ നാടകത്തിലേക്കുള്ള ശരിക്കുള്ള കാൽവെപ്പ് നടത്താൻ സാധിച്ചതെന്ന് പറയാം. കടമ്പനിട്ടയും അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു, സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോക നാടക ദിനം ആചരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ നാടക സംഘങ്ങളെ കുറിച്ച് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടക സംഘം കലാവേദി എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായിരുന്നു. TR സുകുമാരൻ നായർ, PK വിക്രമൻ നായർ, PK വേണുകുട്ടൻ നായർ, TN ഗോപിനാഥൻ നായർ, അങ്ങനെ ഇവിടുത്തെ തലമുതിർന്ന കാരണവന്മാരെന്ന് തറവാട്ടിലെ കാരണവന്മാരെന്ന് പറയുന്ന മഹാരഥന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സംഘമായിരുന്നു കലാവേദി എന്ന് പറയുന്ന സംഘം. അവർ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങൾ ഇങ്ങനെ കളിക്കുമായിരുന്നു. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നാടകം കളിക്കുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു നാടക അവതരിപ്പിക്കുന്ന ഒരു സംഘം എന്ന് പറയുന്നത് ചിത്തിരതിരുനാൾ ഗ്രന്ഥശാല. ഇവിടെ വഞ്ചിയൂരുള്ള ചിത്തിരതിരുനാൾ ഗ്രന്ഥശാലയ്ക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് നാടകം കളിക്കുക. ഒരു നാടക സംഘം പോലെ തന്നെ അവർ പ്രവർത്തിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാടകം കളിക്കുമായിരുന്നു. ആനിവേഴ്സറിക്ക് നാടകം കളിക്കുമായിരുന്നു. അതുപോലെ ചിത്തിര തിരുനാളിൻ്റെ ജന്മദിനത്തിൽ നാടകം കളിക്കുമായിരുന്നു. ചിത്തിര തിരുനാൾ കൂടെ വന്നിരുന്ന നാടകം കാണുമായിരുന്നു. പിന്നീട് ഒരു നാടക സംഘം ഇവിടെ ഉണ്ടാകുന്നത് കാവാലത്തിൻ്റെ ഒരു നാടക സംഘം ഉണ്ടായിരുന്നു. കാവാലത്തിൻ്റെ നാടക സംഘത്തിൽ നെടുമുടി വേണു, ഭരത് ഗോപി അടക്കമുള്ള ഒരുപാട് കലാകാരന്മാർ വന്ന് കാവാലത്തിൻ്റെ നാടക സംഘത്തിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഒരു നാടക സംഘമാണ് നരേന്ദ്രപ്രസാദിൻ്റെ നാട്യഗ്രഹം എന്ന് പറയുന്ന നാടക സംഘം. അത് ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. അതിന് മുമ്പേ അതിൻ്റെ ഒരു പ്രാഗ് രൂപമായിരുന്നു ഞങ്ങളുടെ പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബിൻ്റെ അല്ലെങ്കിൽ PNT ഓഡിറ്റ് റിക്രിയേഷൻ ക്ലബിൻ്റെ നാടക സംഘം. റിക്രിയേഷൻ ക്ലബിൻ്റെ നാടക സംഘം അതാണ് തുടക്കം. അത് പിന്നെ കൺവേർട്ട് ചെയ്ത് നാട്യഗ്രഹമാക്കി മാറ്റുകയായിരുന്നു. പോസ്റ്റൽ അക്കൗണ്ട്സിൻ്റെ ബാനറിൽ കളിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ളത് കൊണ്ട് വെളിയിലൊരു നാടക സംഘം ഉണ്ടാക്കി. അതാണ് നാട്യഗ്രഹം. ആ നാട്യഗ്രഹം ഉണ്ടായി. അത് കഴിഞ്ഞ് വൈരാവാസി പിള്ളയുടെ സുവർണരേഖ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. ഇതിനൊക്കെ മുമ്പ് രഘുവിൻ്റെ നാടകയോഗം എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കലാവേദിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്രശാല നാടക സംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രഘുവിൻ്റെ നാടക സംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ കോളേജുകളിലെ നാടക സംഘം ഉണ്ടായിരുന്നു. ആ കോളേജുകളിലെ നാടക സംഘത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടക സംഘമാണ് കളിക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായിരുന്നു. ഡോക്ടർ ജനാർദ്ദൻ ആയിരുന്നു അതിൻ്റെ ശില്പി. അതായത് നാടകം എഴുതുന്ന രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ഡോക്ടർ ജനാർദ്ദൻ. ഇപ്പോഴേ സീരിയലും സിനിമയൊക്കെ ചെയ്യുന്ന ഡോക്ടർ ജനാർദ്ദൻ ആയിരുന്നത്. അപ്പോൾ അവർ കോളേജ് പിള്ളേരാണെങ്കിലും ഞാൻ പോയി ആ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പിള്ളേരുടെ കൂട്ടത്തിൽ അഭിനയിച്ച ഏറ്റവും അതിൽ മുതിർന്ന ആൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ നാടക സംഘത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ നാടക സംഘങ്ങളിലും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. TN ഗോപിനാഥൻ നായരുടെ നാടകമാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ഏതാണ്ട് എൻ്റെ പ്രായമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു നാടകത്തിൽ. അപ്പോൾ ഈ മഹാരഥന്മാർ TR സുകുമാരൻ നായരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അതൊരു യൂണിവേഴ്സിറ്റി പോലെയാണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ കഴിയും. ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. അത്ര എന്താ പങ്ക്ച്വലാണ്, എല്ലാ കാര്യത്തിലും പങ്ക്ച്വലാണ്. അതുപോലെ തന്നെ ആ പെർഫോമൻസിൽ അത്രയും പെർഫെക്ഷനോടുള്ള പെർഫോമൻസ് ആയിരുന്നു.
ഒരു ഡയലോഗിൻ്റെ ഡെലിവറിയിൽ അതിൻ്റെ മാക്സിമമാണ് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആ, ഒരുപാട് നാടക പ്രവർത്തകരുടെ കൂടെ, നാടക സംഘങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരവസരം കിട്ടി. ശരിക്കും ഞാനിപ്പോൾ ജീവിക്കുന്നത് ആ ഊർജത്തിലാണ്. നാടകത്തിൽ നിന്ന് കിട്ടിയ ഊർജ്ജം ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചപ്പോഴും സീരിയലിൽ അഭിനയിച്ചപ്പോഴും ഒക്കെ ആ ഊർജമാണ് ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും എൻ്റെ സ്റ്റോക്കിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് അത്രയ്ക്ക് ഒരു അസറ്റായിരുന്നു ആ നാടകങ്ങളിൽ നിന്ന് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബുകളുടെ നാടക സംഘങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ISROയുടെ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന. അവരുടെ നാടക സംഘങ്ങളുണ്ടായിരുന്നു. പിന്നെ ടൈറ്റാനിയത്തിന് നാടക സംഘം ഉണ്ടായിരുന്നു. കെൽട്രോണിന് നാടക സംഘം ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസിന് നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓഫീസിന് നാടക സംഘം ഉണ്ടായിരുന്നു. അപ്പം നാടക മത്സരത്തിന് പോകുമ്പോഴേക്കും മിക്കവാറും ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബിൻ്റെ നാടകത്തിനാണ് സമ്മാനമൊക്കെ കിട്ടും. നാടക മത്സരങ്ങളിലേക്ക് പോകും. അത് ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു നാടകം എന്ന് പറഞ്ഞാൽ അത് കാണാനും അത് ഇവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് പ്രൈസ് ഇല്ല എന്നുള്ളൊരവസ്ഥ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാടക സംഘങ്ങളാണ് കേരളത്തിൽ, അല്ല കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. പിന്നെ അതിന് കോഴിക്കോട് KTയുടെ സംഘം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള പ്രേംജിയുടെ നാടക സംഘം ഉണ്ടായിരുന്നു. പ്രേംജിയുടെ നാടകങ്ങളുണ്ടായിരുന്നു. K. ദാമോദരൻ്റെ പാട്ടവാക്കി പോലുള്ള നാടകങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ സാംസ്കാരിക രംഗത്തേക്ക്, നമ്മുടെ സാമൂഹ്യ രംഗത്തേക്ക് നടത്തിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ KPICയുടെ വരവ്. KPIC എന്ന് പറയുന്ന സംഘടന കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണോ ഗുണമുണ്ടായത്, അതോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൊണ്ട് KPICക്കാണോ ഗുണമുണ്ടായതെന്നുള്ളത് ഇന്നും ഒരു തർക്ക വിഷയമാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ. എന്തായാലും രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടായിട്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഒരു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് നാടകത്തിന് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ട്. നാടകത്തിന് കാഴ്ചക്കാർ കുറഞ്ഞിട്ടുണ്ട് എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചത് ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ, TVയുടെയും അതുപോലുള്ള മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ആണ് ഈ നാടകത്തിന് ഇത്രയും ബാധിച്ചതെന്ന് പറയും. പക്ഷേ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇതിനേക്കാളും തീക്ഷ്ണമായിട്ട് കടന്നു കയറിയ രാജ്യങ്ങളിൽ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നാടകങ്ങൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നാടകം അത്ര സജീവമാകുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് നാടകത്തിൽ നാടകബാഹ്യമായ കാര്യങ്ങൾ കുത്തിച്ചെലുത്താൻ തുടങ്ങിയതോടുകൂടിയാണ് നാടകം ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങൾ, നാടകബാഹ്യമായ കാര്യങ്ങൾ നാടക അവതരണത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. അതിൻ്റെ ആവശ്യമില്ല. KT പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ, ഒരു ഉറച്ചു നിൽക്കാൻ ഒരു നിലപാട് തറയും കാണാൻ ആളുകളുണ്ടെങ്കിൽ എനിക്ക് നാടകം കളിക്കാൻ ഒരു തടസ്സവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മതി എന്നാണ്, അത്രയും മതി, ഒരു കർട്ടൻ പോലും ആവശ്യമില്ല എന്നാണ് KT ഒക്കെ പറയുന്നത്. അതുകൊണ്ട് നാട് അകത്തുള്ളതാണ് അല്ലെങ്കിൽ നാട്ടിലുള്ളതാണ് നാടകം, നാട്ടിനകത്തുള്ളതാണ് നാടകം എന്നൊക്കെ പറയുന്നെങ്കിലും NN പിള്ള പറയുന്നത് നാടിനെ കിടുക്കുന്നതാണ് നാടകം എന്നാണ്. അപ്പോൾ ഈ നാടിനെ കിടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വരാറില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കിടുക്കുന്ന കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് നാടകമായിട്ട് വരാറില്ല, നാടകമായിട്ട് നമുക്ക് കാണാൻ അവസരം കിട്ടാറില്ല. പണ്ടൊക്കെ ഈ ആഴ്ച പതിപ്പുകളിലൊക്കെ നാടകങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. അത് പിന്നീട് വാർഷിക പതിപ്പുകളിൽ മാത്രം ഒതുങ്ങി. ഇപ്പോൾ വാർഷിക പതിപ്പിലും ഇല്ല, ഡെയിലി പതിപ്പില്ല, ആഴ്ച പതിപ്പിലും ഇല്ല നാടകങ്ങൾ. അങ്ങനെ നാടകത്തിന് സജീവമായ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെല്ലാവരും കൂടെ ഒരു കൂട്ടായ ശ്രമം നടത്തണം. നമ്മളെങ്ങനെ നാടകത്തിന് അകറ്റിയോ, മറ്റേ ഒരെണ്ണത്തിൽ സുരാജ് വഞ്ഞാറമ്മോട് പറഞ്ഞു, വളയത്തിനകത്ത് കയറി 2 പേര് കയറിയിട്ട് നീ ഓർമ്മിച്ച് നോക്കണം നീ എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന്. അതുപോലെ എങ്ങനെ ഇതിനകത്ത് കയറി, ഈ വളയത്തിനകത്ത് കയറി ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് നമ്മളോടും നമ്മുടെ കൂടെ ഉള്ളവരോടും പറയുക. അപ്പോൾ ഇനി ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഇത്രയും ആൾക്കാരും ഉണ്ടല്ലോ, ബാക്കി ചർച്ചയിൽ ഞാൻ പങ്കെടുത്തോളാം. ഇനി അടുത്ത അതിലേക്ക് കിടക്കാം. ഉദ്ഘാടനം ചെയ്ത ഇതിൻ്റെ
ഈ സെഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുഭവത്തോടെ, ഈശ്വരന്റെ അനുഗ്രഹത്തോടെ, ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ ഞാൻ സസന്തോഷം നിർവഹിച്ചു. വളരെ നന്ദി സാർ. അങ്ങ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു 60-70 വർഷത്തിലൂടെ കടന്നുപോയെന്നുള്ളതാണ്. അപ്പൊ അത്രയും അനുഭവങ്ങളുണ്ട്. മാത്രമല്ല ഇതെല്ലാം എന്താ പറയുക, ആത്മാവിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്നതുകൊണ്ടാകണം കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷം. പറയുകയുണ്ടായി ഒരു ഊർജമാണെന്ന്. ശരിയാണ്. കാരണം നാടകം ലൈവാണ്. എന്തെങ്കിലും അപാകമെന്ന് അപ്പോഴേ പ്രതികരണം അറിയുമെന്നുള്ളതാണ്. സിനിമ അങ്ങനല്ല. ഒരുപാട് ഈ എന്താ പറയുക കനൽ വഴികളിലൂടെ കടന്നുപോയ പ്രസ്ഥാനം തന്നെയാണ് തീർച്ചയായിട്ടും നാടകം. അപ്പൊ ഇനി മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ശ്രീ ബൈജു ചന്ദ്രൻ സാർ നമുക്കെല്ലാം അറിയാം, ദൂരദർശനിലെ ഒരു താരം തന്നെയായിരുന്നു. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആധികാരികമായി അറിയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടാൻ വൈകിപ്പോയെന്ന് അടുത്ത പ്രമുഖനായ വ്യക്തി എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ മലയാളത്തിലെ പുരോഗമന നാടകങ്ങൾ തുടക്കവും വളർച്ചയും ഈ പ്രഭാഷണത്തിൽ ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്താനായിട്ട് ശ്രീ ബൈജു ചന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. നമസ്കാരം. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സാർ, കേൾക്കാം. ഇവിടെ ശ്രീ ഗോപകുമാറിനെ, അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ഒരുപാട് കാലമായി കേട്ടിട്ട് നമ്മള് സ്റ്റേജിലും അരങ്ങത്തും അതുപോലെ തന്നെ സ്ക്രീനിലും ധാരാളം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും തീർച്ചയായിട്ടും എന്റെയും കുട്ടിക്കാലം മുതലുള്ള ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇവിടുത്തെ തിരുവനന്തപുരത്തെ നാടകവേദി, അമച്വർ നാടകവേദിയും അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകവേദിയും അവരുടെയൊക്കെ പല നാടകങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണം ഉപകരിച്ചത്. വാസ്തവത്തിൽ ഇതിപ്പോ എത്ര നേരമാണ് ഞാൻ സംസാരിക്കേണ്ടത്? എനിക്കൊരു സമയത്തിനെ കുറിച്ചൊന്ന് പറയാമെങ്കിൽ ഞാനതൊരു 35 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ സംസാരിക്കണോ ഈ രാത്രിയില്ലേ? എല്ലാവരും എന്താണ് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ ഒക്കെ പോകുന്ന സമയമല്ലേ. എനിക്കുള്ള കുഴപ്പമില്ല, പക്ഷെ അത്ര നേരമൊക്കെ ഇത് കേട്ടോണ്ടിരിക്കാനുള്ള ഒരു എല്ലാ ദിവസവും 10:30 വരെയാണ് സാർ. 9:10 സമയം. ഓക്കെ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ചെയ്യാവുന്നതാണ്. നാടകത്തിന്റെ ഈ പുരോഗമന നാടകം എന്ന് പറയുന്നത്, ഇവിടെ KPSCയെ കുറിച്ചൊക്കെ പറഞ്ഞു ശ്രീ ഗോപകുമാർ. പുരോഗമന നാടകം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വാക്കിൽ തന്നെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നാടകങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് നാടകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പണ്ട് മലയാളത്തിനെ കുറിച്ചാണ്, കേരളത്തിലെ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. കേരളത്തില് നമുക്ക് കേരളത്തിലെ നാടകങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലയാള ഭാഷയിൽ സംസാരിക്കുന്ന നാടകങ്ങൾ ഇവിടെ ഉള്ളവർ കാണുന്നതിന് മുമ്പ് തന്നെ മറിയാമ്മ നാടകമൊക്കെയാണ് ആദ്യത്തെ നാടകം. പക്ഷെ ആ നാടകം ഒക്കെ പ്രേക്ഷകര് ആസ്വദിക്കുന്ന സമയത്ത് ഇവിടെ തമിഴ് നാടകങ്ങള് അവരുടെ ഒരു പള്ളിക്കയറ്റം തന്നെ കേരളത്തിലുണ്ടായിരുന്നു. തമിഴ് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് നാടക സംഘങ്ങൾ കേരളത്തിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒരു തുടക്കകാലമോ അതിന് മുമ്പുള്ള നൂറ്റാണ്ടിന്റെ അവസാന കാലം എന്നൊക്കെ പറയാവുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് KC കേശവപിള്ള പോലെയുള്ള നാടകൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, സദാരാമ ഒക്കെയുള്ള നാടകങ്ങളൊക്കെ വരുന്നത് തമിഴിന്റെ ആ നാടകങ്ങളുടെ ഒരു പ്രവണത, അതിനെ അനുകരിച്ചു കൊണ്ടുവന്ന ഒരു പ്രത്യേക നാടക സമ്പ്രദായമായിരുന്നു. അതിന്റെ നാടക സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമുക്ക് പാട്ടായിരുന്നു അതിന്റെ മുഖ്യം. എല്ലാവരും പാടണം, പ്രത്യേകിച്ച് നായകൻ പാടിയേ പറ്റൂ, നായിക പാടണം. പാട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ലളിതഗാനമൊന്നുമല്ല, കീർത്തനങ്ങളാണ്. അത് നായകന്റെ വേഷത്തിന് മിക്കവാറും പറയുന്ന രാജാപാർട്ട് എന്നാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ളൊരു ബഫൂൺ ഉണ്ടാവും, അതുപോലെ ഒരു ബാലപ്പാർട്ട് ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ അരങ്ങത്തോട്ട് കയറി വന്ന് പാട്ട് പാടിക്കൊണ്ടാണ്, കീർത്തനം ആലപിച്ചുകൊണ്ടാണ്. ആ കീർത്തനം ആലപിക്കുമ്പോൾ നാടകം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേജിന്റെ ഒത്ത നടുവിൽ ഒരു ചവിട്ട് ഹാർമോണിയവുമായിട്ട് ഒരു ഹാർമോണിസ്റ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ആ 10 സിൽക്ക് ജുപ്പയും വളരെ എന്താ പറയുക കനമുള്ള ചെങ്ങല പോലുള്ള സ്വർണ്ണമാലയും 10 കൈകളിലും 10 വിരലുകളിലും മോതിരവും ഒക്കെ ആയിട്ട്, സ്വർണ്ണമോതിരവും ഒക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു അഴകിയ രാവണനെ പോലിരിക്കുന്ന ആ മനുഷ്യനാണ് വാസ്തവത്തിൽ ആ ഒരു നാടകത്തിന്റെ, അന്നത്തെ നാടക സംഘത്തിന്റെ ജീവനാടി എന്ന് പറയുന്നത്. അത് ആ രൂപത്തിലൊന്നും അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രശസ്ത സംഗീതകാരനായ MG രാധാകൃഷ്ണൻ, ഓമനക്കുട്ടി ടീച്ചർ, അതുപോലെ NG ശ്രീകുമാർ, ഇവരുടെ അച്ഛൻ മലബാർ ഗോപാലൻ നായർ. അപ്പോ അതുപോലെ ഒരു ഹാർമോണിസ്റ്റ് ആയിരുന്നു. കൊട്ടാരം ശങ്കുണ്ണി നായർ എന്നൊക്കെ പറയുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഹാർമോണിസ്റ്റുകൾ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭാഗവതർമാർ, ഇവരൊക്കെ ആയിരുന്നു ഈ ഹാർമോണിസ്റ്റും രാജപാർട്ട് വഹിക്കുന്ന നായകനുമായിട്ടുള്ള നടക്കുന്ന ഒരു വലിയൊരു ഒരു കസർത്തുണ്ട്, സംഗീത കച്ചേരി. ഒരു കച്ചേരിയിലൂടെ ഒരു രാഗവിസ്താരങ്ങളുടെ അതിലൂടെയാണ് നാടകം ആരംഭിച്ചിരുന്നത്. അതില്ലാതെ ആർക്കും നാടകം കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിന്റെ ആ നാടകത്തിലെ അഭിനേതാക്കൾ
സാധാരണ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു സംഭാഷണം ഉരുവിടുകയല്ലായിരുന്നു. അവർ പ്രസംഗങ്ങൾ, പേച്ചെന്ന് തമിഴിൽ പറയുന്ന പ്രസംഗങ്ങൾ പോലുള്ള വലിയ സംസ്കൃത ജടിലമായ സംഭാഷണങ്ങൾ ഇങ്ങനെ ഉരുവിടുകയായിരുന്നു. ഒരു 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 സാധാരണ മനുഷ്യർ വർത്തമാനം പറയുന്ന രീതി അല്ലായിരുന്നു അതിന്. അതല്ലാതെ അത് കേൾക്കാൻ വേണ്ടിയാണ് അന്നത്തെ പ്രേക്ഷകർ കൊട്ടക എന്ന് പറയുന്ന നാടക തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയി ഈ പറഞ്ഞ പിന്നെ മുട്ടിനുള്ള കീർത്തനങ്ങളും അതുപോലെ തന്നെ ബഫൂണിന്റെ കോമാളിത്തരങ്ങളും പിന്നെ സംസ്കൃത ജടിലമായ നീണ്ട നെടുങ്കൻ പേച്ചുകളും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടം ഇപ്പോ ഒരു എന്ന് പറയുന്ന വളരെ പല വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതിനകത്ത് ഇപ്പോ ഒരു നായകൻ, ആത്മഹത്യ ചെയ്യുന്ന നായകൻ, വിഷം കുടിച്ച് മരിക്കുന്ന നായകൻ ഒരു വലിയ പേച്ച് നടത്തി അവിടെ വീട് മരിച്ചു കഴിഞ്ഞാൽ അപ്പോ പിന്നെ സദസ്സിന്റെ ഇടയിൽ നിന്ന് വൺസ് മോർ എന്ന് ചിലപ്പോൾ വിളിക്കും, ഒരിക്കൽ കൂടെ കാണിക്കാൻ. അപ്പൊ ഈ മരിച്ചു കിടന്നയാൾ എഴുന്നേറ്റ് ഒന്നുകൂടെ ആ സ്പീച്ച് നടത്തി ഒന്നുകൂടെ മരിച്ചു വീഴും. ആ മട്ടിലുള്ള ഒരു നാടക രീതിയായിരുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്, മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു അതിന്റെ ഒരു മൂർധന്യത്തിൽ വരുന്ന, അതിന്റെ ഒരു ജനിത്ത് എന്ന് പറയാവുന്ന അവിടെ വരുന്നതാണ് കരുണ എന്ന് പറയുന്ന സ്വാമി ബ്രഹ്മവൃതൻ എഴുതി സെബാസ്റ്റ്യൻ കുഞ്ഞു പാവത്തിനും ഓച്ചിറ വേലുക്കുട്ടിയും അഗസ്റ്റിൻ ജോസഫും എല്ലാം കൂടെ അവതരിപ്പിച്ച മഹാകവി കുമാരനാശാന്റെ കവിതയെ ഖണ്ഡകാവ്യത്തെ ഉപജീവിച്ച് സ്വാമി ബ്രഹ്മവൃതൻ എഴുതിയ നാടകം കരുണ. അപ്പൊ കരുണ നാടകത്തിലെ വാസുദത്തെയും ഉപഗുപ്തനും അതുപോലെ തന്നെ എന്താ പറയണ്ടേ തൊഴിലാളി നേതാവും ചെട്ടിയാരും ഒക്കെ വാസ്തവത്തിൽ അതൊരു എത്രയോ വർഷങ്ങളാണ് കേരളത്തിലെ ഇളക്കി മറിച്ചുകൊണ്ട് ആ നാടകം കളിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് പലരും മാറി വന്നു. സെബാസ്റ്റ്യൻ കുഞ്ഞു ബഹാദൂർ മാറി, പിന്നെ അഗസ്റ്റിൻ ജോസഫ് വന്നു. അപ്പൊ ഇതൊക്കെ മാറി. അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസിന്റെ അച്ഛൻ. പക്ഷെ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന ആ പ്രധാന നടനായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ, അദ്ദേഹത്തിന്റെ അഭിനയം കാണാനാണ് എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഓച്ചിറ വേലുക്കുട്ടി നാടകത്തിൽ നിന്ന് പോയി മാവേലിക്കര പൊന്നമ്മ അഭിനയിക്കാൻ വന്നപ്പോൾ മാവേലിക്കര പൊന്നമ്മയുടെ ആളുകൾ ആവശ്യപ്പെട്ടത് കരുണ വാസുദത്തെയായിട്ട് അഭിനയിക്കേണ്ടത് വേലുക്കുട്ടി എങ്ങനെയാണോ അഭിനയിച്ചത് അതുപോലെ അഭിനയിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ വൈക്കം വാസുദേവൻ നായരും തങ്കം വാസുദേവൻ നായരും കൂടെ ചേർന്ന് അവതരിപ്പിച്ച യാചകൈ, അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു നാടകമാണ്. ഈ നാടകങ്ങൾ രണ്ടുമാണ് കേരളക്കരയെ ഇളക്കി മറിച്ച അക്കാലത്തെ ഒരു 30കളിലും 40കളിലും കേരളക്കരയെ ഇളക്കി മറിച്ച നാടകങ്ങൾ. ഇതൊക്കെ കേരളത്തിലെ ഒരു നാടക സമ്പ്രദായത്തിന്റെ, അന്നത്തെ ഒരു നാടക സമ്പ്രദായത്തിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അവിടെയാണ് സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങൾ. ഇതിനൊക്കെ സാമൂഹ്യ പ്രസക്തി ഇല്ലേന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. കഥാപാത്രങ്ങളുണ്ട്, അവരുടെ സംഘടനകളുണ്ട്, പുരോഗമന ചിന്തയൊക്കെ വരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിന്റെ ഒരു ചിന്താഗതിയെ ഒരു മുന്നോട്ട് നയിക്കാനോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മാറ്റം വരുത്താനോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം, നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം വരുത്താനോ ഉള്ള ഒരു സഹായകരമായ നാടകങ്ങളായിരുന്നില്ല. അവിടെ അവർ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ നാടകങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശം. അവിടെയാണ് നമ്മള് മറ്റൊരു തരത്തിലുള്ള നാടകങ്ങൾ വരാൻ തുടങ്ങി. അത് തീർച്ചയായിട്ടും ഈ കരുണ പോലെയോ യാചകി പോലെയോ ഒരു ദിവസവും 2 3 നാടകങ്ങൾ കളിക്കുന്ന രീതിയിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാടകാവതരണങ്ങളായിരുന്നില്ല. അത് നേരത്തെ ശ്രീ ഗോകുമാർ പറഞ്ഞ പോലെ ഇവിടെ തിരുവനന്തപുരത്ത് വായനശാലയുടെയും കൊട്ടാരത്തിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന വായനശാല നാടകങ്ങളുണ്ടായിരുന്നു. ശ്രീചിത്രങ്ങൾ ഗ്രന്ഥശാല അവതരിപ്പിച്ച നാടകങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്ക് വെള്ളരി നാടകങ്ങളുണ്ടായിരുന്നു. ഒരു കൃഷി പാടത്തിൽ തന്നെ വെള്ളരി നടത്തുന്ന ഒരു നാടകങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും ഈ പറഞ്ഞ പോലെ രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ അതൊന്നും അല്ല നാടകത്തിന്റെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിയ ചിലർ നാടകത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അതൊരു അമേച്വർ സ്റ്റേജിലാണ് ആദ്യം വരുന്നത്. അതൊരു പ്രൊഫഷണൽ സ്റ്റേജിലേക്ക് വരാൻ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു സമയമായില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം അത് വന്നത്, അതിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന 1929 അത് വടക്ക് മലബാറിൽ ഒരു നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രത്യേകിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതപൂർണമായ ഒരു ജീവിതത്തെ വരച്ചു കാട്ടുന്ന, അവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങളെ പ്രായം ചെന്ന നമ്പൂതിരി വളരെ ചെറുപ്പക്കാരിയായ ഒരു അന്തർജനത്തെ കല്യാണം കഴിക്കുന്നതും, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അതും ഒരാളെ അല്ല കല്യാണം കഴിക്കുന്നത്, അയാൾ പലരെ കല്യാണം കഴിക്കുന്നു. ആ നമ്പൂതിരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം ആ കൊച്ചുകുട്ടി, അപ്പോ ഒരു 10 16 15 വയസ്സുള്ള ഒരു കുട്ടി ആജീവനാന്തം വെള്ളവസ്ത്രം ധരിച്ച് വിധവയെ പോലെ കഴിയേണ്ട അവസ്ഥ. അതുപോലെ തന്നെ ആ സമുദായത്തിലെ അപ്പന്മാർ എന്ന് പറയുന്ന മൂത്ത നമ്പൂതിരിയുടെ അനിയന്മാരായ നമ്പൂതിരിമാർക്ക് സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ആ സമുദായം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുരാചാരങ്ങൾ അനുഭവിച്ചു വന്ന ഒരു സമുദായമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇതിനെതിരെയാണ് വി ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹം
യോഗക്ഷേമ സഭയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം വിധവാ വിവാഹം എന്നായിരുന്നു അന്നത്തെ ഒരു മുദ്രാവാക്യം. അദ്ദേഹത്തിന്റെ രണ്ട് അടുത്ത സുഹൃത്തുക്കളോ അനുയായികളോ ആയിട്ട് രണ്ടുപേർ അദ്ദേഹത്തിന്റെ വാക്കുകേട്ട് വിധവാ വിവാഹം നടത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ എം എസ് നമ്പൂതിരിപ്പാടിനെയും MR പട്ടതിരിപ്പാടിനെയും MP പട്ടതിരിപ്പാടിനെയും ഒക്കെ പോലെയുള്ള ICP നമ്പൂതിരിയെയും ഒക്കെ പോലെയുള്ള ഒരു സംഘം യുവാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊരു നാടകം അവതരിപ്പിച്ചു. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകമാണ് വാസ്തവത്തിൽ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട്, ഒരു സാമൂഹിക ഒരു 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 കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട്, ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒക്കെ ആദ്യമായി ഒരു സന്ദേശവുമായി എത്തിയ ഒരു നാടകം എന്ന് വേണമെങ്കിൽ പറയാം. ആ നാടകം അത് അവതരിപ്പിച്ചത് അന്നത്തെ ഏറ്റവും കടുത്ത യാഥാസ്ഥികരായ നമ്പൂതിരിമാരുടെ മുൻപിൽ തന്നെയാണ്. അത് അവരുടെ ഉള്ളിൽ മാറ്റത്തിന്റെ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഒരു പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എഴുത്തുകൊണ്ടോ ഒക്കെ നടത്താൻ പറ്റാത്ത വലിയൊരു വിപ്ലവം തന്നെയാണ് ആ ഒരൊറ്റ നാടകം നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടാക്കിയത്. ഇത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ മറ്റു 2 നാടകങ്ങൾ കൂടെ ഈ നമ്പൂതിരി, പ്രത്യേകിച്ച് വിധവകളുടെ വിവാഹവും വിധവകളുടെ നമ്പൂതിരി സ്ത്രീകളുടെ കഷ്ടപ്പാട് മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ട് MR പട്ടതിരിപ്പാട് മറക്കുടക്കുള്ളിലെ മഹാനരകം അവതരിപ്പിച്ചു. ഈ നാടകം ഒരു നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾ നിർത്തലാക്കിക്കൊണ്ടുള്ള കൊച്ചി നിയമസഭയുടെ ബില്ല് അതിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ നാടകം നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ചു. ഈ നിയമസഭയിൽ ഈ നാടകം കണ്ടതിന് ശേഷമാണ് പിറ്റേ ദിവസം ആ ബില്ല് അവതരിപ്പിക്കപ്പെട്ടതും അത് പാസ്സായത്. അതത്രയും ഒരു വളരെ 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 നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഒരു ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാടകമായിരുന്നു മറക്കുടക്കുള്ളിലെ മഹാനരകം. അതിന്റെ ഒരു തുടർച്ചയെന്നോണം മറ്റൊരു നാടകം MR പട്ടതിരിപ്പാടിന്റെ ഒരു സഹോദരനും കൂടിയായ MP പട്ടതിരിപ്പാട്, പ്രേംജി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന പ്രശസ്തനായ നാടകൃത്ത്, അദ്ദേഹം എഴുതി ഋതുമതി. അപ്പൊ ഇങ്ങനെ ഈ 3 നാടകങ്ങൾ ഒരു നമ്പൂതിരി സമുദായത്തിൽ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ ഒരു 3 നാടകങ്ങളാണ്. ഇത് ഒരു സമുദായത്തിലെ ഒരു അനാചാരങ്ങളെ എതിരെ പോരാടുന്ന ഒരു ആയുധമായി മാറിയ ഈ നാടകങ്ങൾക്ക് ആ സമയത്ത് തന്നെ കേരളത്തിൽ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആ സാമൂഹിക സമരം എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭം മാത്രമല്ല, വിവിധ തലങ്ങളിൽ, വിവിധ തൊഴിലാളികൾക്കിടയിൽ, കൃഷിക്കാരുടെ ഇടയിൽ, സാധാരണ മനുഷ്യർക്കിടയിൽ ഒക്കെ തന്നെയും ഒരു വിപ്ലവത്തിൻ്റെതായ ഒരു ഊർജം അല്ലെങ്കിൽ അത്തരം ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ അത് 1936-37 കാലഘട്ടത്തിൽ പൊന്നാനിക്കടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് ഇവിടെ ഒരു കർഷക സംഘത്തിന്റെ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു പ്രസംഗത്തിന് പകരം എന്തുകൊണ്ട് നാടകം അവതരിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം കെ ദാമോദരൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ്, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, പക്ഷേ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരാണ് എല്ലാവരും. അപ്പൊ ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റിൽപ്പെട്ട കെ ദാമോദരൻ അങ്ങനെ ഒരു ആശയം ഉന്നയിച്ചു. അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അതിന്റെ ആ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ് പറഞ്ഞത്, എന്നാ പിന്നെ തനിക്ക് നാടകം എഴുതിക്കൂടെ എന്ന് പറഞ്ഞ് EMS പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കെ ദാമോദരനെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി കുറച്ച് ബുക്കും കടലാസും പേനയും ഒക്കെ പെൻസിലൊക്കെ കൊടുത്ത് ഒരു മുറിക്കകത്ത് അടച്ചിട്ട് അവരെല്ലാവരും പുറത്ത് കാവലിരുന്നു. കെ ദാമോദരൻ അന്ന് രാത്രി കൊണ്ടൊരു നാടകം എഴുതി. ആ നാടകം അവരൊക്കെ തന്നെ കൂടെ കളിച്ചു. AKG ഉണ്ടായിരുന്നു, കെ ദാമോദരൻ തന്നെയാണ് നേരത്തെ അമ്മയുടെ വേഷം കെട്ടി. അപ്പൊ ആ നാടകത്തിന്റെ പേരാണ് പാട്ടബാക്കി. അന്ന് കർഷകരനുഭവിച്ചുള്ള പാട്ടകൃഷിക്കാരനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് പാട്ടബാക്കിയിലൂടെ വന്നത്. ജന്മിയുടെ കയ്യിൽ ഈ കൃഷിക്കാരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാകുന്ന ഒരു പ്രമേയം, ആ ഒരു അവസ്ഥ, അന്നത്തെ അവസ്ഥയാണ്. അതിലെ കിട്ടുണ്ണി എന്ന് പറയുന്ന നായകൻ വിശപ്പടക്കാനായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടി മോഷണത്തിന് തയ്യാറാവുന്നു. അയാൾ ജയിലിലാവുന്നു. കിട്ടുണ്ണിയുടെ അനിയത്തി അതേ കാര്യത്തിന് വേണ്ടി തന്നെ വ്യഭിചരിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ തന്നെ ജന്മിയും അയാളുടെ കിങ്കരനായ ഹാരിസിനും ചേർന്ന് ഒരു കുടുംബത്തെ നശിപ്പിക്കുകയും, ഒരു കുടുംബമല്ല പല കുടുംബങ്ങളെ നശിപ്പിക്കുകയും അതിനുവേണ്ടി ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണെങ്കിലും അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു കഥയാണ് പാട്ടബാക്കി പറയുന്നത്. അപ്പൊ ഈ നാടകം ഇതുപോലെ തന്നെ വടക്കൻ മലബാറിലും തെക്കൻ മലബാറിലും ധാരാളം അവതരിപ്പിച്ചു. അന്ന് കർഷകരെ ആകെ തട്ടി ഉണർത്താൻ വേണ്ടി, കർഷകരെ മാത്രമല്ല ഒരു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മുഴുവൻ തട്ടി ഉണർത്താൻ ആ ഒരൊറ്റ നാടകത്തിൽ കഴിഞ്ഞു. അന്നത്തെ നേതാക്കന്മാരായ പി കൃഷ്ണപിള്ളയും AK ഗോപാലനും EMS നമ്പൂതിരിപ്പാടും അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും നാടകമാണ്, അവരുടെ പ്രസംഗങ്ങളിലേക്കാൾ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം നാടകമാണെന്ന് അവർ തന്നെ തിരിച്ചറിയുകയും ആ നാടകം അവതരിപ്പിക്കാൻ അവരിൽ പലരും ആ നാടകത്തിൽ വേഷം കെട്ടി. പലയിടത്തും അവർക്ക് പുറമെ ധാരാളം ആളുകൾ നാടകത്തിലേക്ക് ചേർന്നു. അവരൊക്കെ തന്നെ പുതിയ പുതിയ സംഭാഷണങ്ങൾ എഴുതിയുണ്ടാക്കി, ചില രംഗങ്ങൾ മാറ്റി പുതിയ രംഗങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഏതാമോദരൻ പറയുന്നത്, ഞാൻ എഴുതിയ നാടകം തന്നെയാണോ ഇതെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നാടകം വളർന്നു.
അങ്ങനെ പാട്ടബാക്കി ശേഷം കേദാമോദരൻ രക്തപാനം എന്ന് പറഞ്ഞ മറ്റൊരു നാടകം എഴുതിയെങ്കിലും പാട്ടബാക്കി ഉണ്ടാക്കിയ ഒരു വലിയൊരു ആവേശം, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു ഊർജം, അത് പകർന്നു കൊടുത്ത ഊർജം മറ്റൊരു നാടകത്തിനും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഈ ഒരു പാട്ടബാക്കിയുടെ ഒക്കെ തുടർച്ചയായിട്ട് തന്നെ ഏതാണ്ട് കൃഷിക്കാരന്റെ പ്രശ്നങ്ങൾ, കൃഷിക്കാരന്റെ ജീവിതം, അത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു. ആ ജീവിതം വേറെ പല നാടകങ്ങളുടെയും വിഷയമായി. അതിനകത്തൊന്ന് ഒരു കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അദ്ദേഹം പിന്നെ ഈ ഈ കൃഷിക്കാർ ഹിന്ദുവും മുസ്ലിമുമായിട്ട് ഭിന്നിച്ചു നിന്നുകൊണ്ട് ആ കൃഷിക്കാർ പിന്നെ അവരെല്ലാവരും കൃഷി നടത്തി ജന്മിയുടെ പിന്നെ അടിയാളന്മാരായി മാറുന്ന ഒരു അവസ്ഥയ്ക്കും മാറ്റം വരുത്തണം. എല്ലാവരും കൂടെ ചേർന്ന്, അതായത് ഹിന്ദുവായ ശ്രീധരനും മുസ്ലിമായ അബൂബേക്കറും ഒരുമിച്ച് ചേർന്ന് ഇനി കൂട്ടുകൃഷി നടത്താം എന്നുള്ള ഒരു സന്ദേശം. അതിനിടയിൽ ആ കുടുംബത്തിലെ രണ്ടുപേർ തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന്റെ ഒരു തിരികൊളുത്തിയ ഒരു നാടകം, പിന്നെ കൂട്ടുകൃഷി എന്നുള്ള നാടകം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതി. അത് പിൽക്കാലത്ത് കവി എന്നുള്ള നിലയിൽ പ്രശസ്തനായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും നായകനായും അബൂബേക്കർ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രത്തെ മറ്റൊരു പ്രശസ്തനായ എഴുത്തുകാരനായ PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് അവതരിപ്പിച്ചു. അങ്ങനെ കേന്ദ്ര കലാസം പൊന്നാനിയിലുള്ള ഒരു പിന്നെ കൂട്ടായ്മയാണ്, അന്ന് ഇടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ഈ നാടകം അവതരിപ്പിച്ചത്. ആ സമയത്ത് തന്നെ ചെറുകാട് ഗോവിന്ദപ്രസാദ് എഴുതിയ മറ്റൊരു നാടകം, ഏതാണ്ട് ഇതിനോട് സമാനതയുള്ള ഒരു പ്രമേയമാണ് നമ്മളൊന്ന് എന്നുള്ള നാടകം. അവിടെയും പട്ടിപ്പങ്ങൻ വിളിക്കുന്ന പങ്ങൻ നായർ, അതുപോലെ തന്നെ പിന്നെ ശങ്കുട്ടി, ജന്മിയുടെ കാര്യസ്ഥൻ, അവറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പിന്നെ കൃഷിക്കാരൻ, ഇവരെല്ലാവരും ഉള്ള ഒരു കഥാപാത്രങ്ങളായ നാടകം പറയുന്നതും ജാതി മത ഭേദമന്യേ കൃഷിക്കാർ ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ്. അവസാനം ഒരു ജന്മിയുടെ ഒരു പിന്നെ എന്താ പറയുക, ചാരനെ പോലെ ജീവിതം നയിച്ചിരുന്ന പങ്ങൻ നായർ അവസാനം തിരിച്ചറിയാണ് ജന്മി നമുക്ക് വേണ്ടിയിട്ടല്ല അയാൾ ജീവിക്കുന്ന, അയാൾക്ക് വേണ്ടി മാത്രമാണ്, അയാൾ നമ്മളെ ചൂഷണം ചെയ്യാണ് എന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് അവറാനോട് പറയാണ്, ഇപ്പൊ എനിക്ക് പടിഞ്ഞു നമ്മൾ ഒന്നാണെന്ന്, നമ്മളെല്ലാവരും ഒന്നാണ്, നമുക്ക് ജാതിയും മതമൊന്നുമില്ല, നമ്മളെല്ലാവരും കൃഷിക്കാരാണ്, നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. ഈ നാടകവും പിൽക്കാലത്ത്, അന്ന് നാടകം എഴുതിയപ്പോൾ അവതരിപ്പിച്ച് കൂടാതെ പിൽക്കാലത്ത് ആ നാടകം ഒരുപാട് വയലാർ രാമവർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ, പിന്നെ പൊൻകുന്നം ദാമോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ധാരാളം നല്ല ഒന്നാന്തര പാട്ടുകൾ എഴുതി, ബാബുരാജും ശിവദാസും ഒക്കെ സംഗീതം പകർന്ന് ആ നാടകം ഒരുപാട് അരങ്ങത്ത് കളിച്ച ഒരു നാടകമായിരുന്നു നമ്മളൊന്ന്. അപ്പൊ ഇങ്ങനെ 1940-കൾ ഒക്കെ ആയപ്പോഴത്തേക്കും കേരളത്തിലൊരു ഒരു പുരോഗമന നാടകങ്ങളുടെ ഒരു അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെയാണ് അതൊക്കെ ഞാൻ കേരളത്തിൽ മലബാർ തിരുവിതാംകൂറിലായിരുന്നു അത് അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. പക്ഷേ കൊച്ചിയിൽ അങ്ങനെ ഒരു നാടകത്തിൻ്റെതായ ഒരു വിത്ത് അവിടെ പിന്നെ വീഴുകയും അതൊന്ന് വളരുകയും ചെയ്തു. അതിന് കാരണക്കാരനാകുന്നത് പിന്നെ ഇവിടെ നാവികസേനയിൽ പോയി ജോലി ചെയ്ത് വളരെ കുട്ടിക്കാലം മുതൽ നാടകം എന്നുള്ള ഒരു ഭ്രാന്തുമായി നടന്ന് അത് നാടകം കളിക്കുന്നത് നടക്കില്ല എന്ന് കണ്ട ഒരു കൊച്ചിക്കാരൻ, പച്ചാളത്തുകാരനാണ് അദ്ദേഹം. കൊച്ചിയിൽ നാടകം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. അദ്ദേഹം പോയി പട്ടാളത്തിൽ ചേർന്നു. ആ പട്ടാളത്തിൽ നാവിക ലഹള നടക്കുമ്പോൾ 1946-ലെ 47 കാലത്തെ വലിയ അവസാന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു അവസാനമായ ക്ലൈമാക്സ് ആയിട്ടുള്ള നാവിക ലഹള നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്തതിനു ശേഷം തിരിച്ചു കൊച്ചി വന്നതിനു ശേഷം അദ്ദേഹം ഒരു നാടക സമിതിയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അവര് കുറച്ചുപേരായിരുന്നു നാടകം കളിക്കാൻ തുടങ്ങി. അവിടെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഹാർമോണിസ്റ്റിനെ ആദ്യം അരങ്ങത്തുനിന്ന് മാറ്റി. അത് നേരത്തെ തന്നെ ഹാർമോണിസ്റ്റിനെ മാറ്റിയ ആളുകളുണ്ട്. എന്നാൽ പോലും കൊച്ചിയിൽ അത് ആദ്യമായി ചെയ്തത് ഈ പറഞ്ഞ പട്ടാളത്തുകാരനായ PJ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ PJ ആന്റണി നാടകം സമുദായം എന്നുള്ള ആ കാലത്ത് എഴുതിയ പല നാടകങ്ങളും അവരൊരു പ്രതിഭ ആർട്സ് ക്ലബ് എന്നൊരു സമിതി ഉണ്ടാക്കി. ആ നാടകങ്ങൾ ധാരാളം ചെറിയ നാടകങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നീണ്ട പിന്നെ നാടകങ്ങൾ കളിച്ചു. ഇതൊക്കെ തന്നെയും അവിടുത്തെ ആളുകളെ ആദ്യം ഭയങ്കരമായി ചൊടിപ്പിച്ചു. കാര്യം വെച്ചാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഭാഗവതരില്ല; രണ്ട്, അതിനകത്തുള്ള സംഭാഷണം തനി കൊച്ചിക്കാർ സംസാരിക്കുന്ന ഭാഷയാണ്, അല്ലാതെ നെടുങ്കൻ സ്പീച്ചുകളല്ല. അപ്പൊ കൊച്ചിക്കാർക്ക് അത് ആ നാടകം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവിടെ PJ ആന്റണിക്ക് സഹായിക്കാൻ വേണ്ടി എഡ്ഡി മാസ്റ്റർ, N ഗോവിന്ദൻകുട്ടി, പിന്നെ മുത്തയ്യ, TS മുത്തയ്യ, ഇങ്ങനെ ഒരു സംഘം നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരെല്ലാരും കൂടെ ചേർന്ന് പല നാടകങ്ങളും കളിച്ചു. അതിന് ഒരു നാടകം ഈ തിരുവനന്തപുരത്ത് പിന്നെ ഈ വായനശാല നാടകങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു നാടകം 1940-കളിൽ അരങ്ങേറി. ആ നാടകം എഴുതിയ ഒരു കോളേജ് അധ്യാപകനാണ് അദ്ദേഹം. പല യൂറോപ്യൻ നാടകങ്ങൾ വായിച്ച്
ആ നാടകങ്ങളുടെ ഘടന മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇബ്സൺ, ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്ന നോർവീജിയൻ നാടകത്തിന്റെ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം വായിച്ച് പാവക്കൂട് അല്ലെങ്കിൽ പിന്നെ ഗോസ്റ്റ് അങ്ങനെയുള്ള പല നാടകങ്ങളും വായിക്കുകയും അതിന്റെ ഒരു ഘടന മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു രൂപമാണ്, കലാരൂപമാണ്. അതിലൊരു ഏകാഗ്രത വേണം. അതിൽ ഒരുപാട് ഈ തമാശകൾക്കും പാട്ടുകൾക്കും അല്ലെങ്കിൽ അത്തരം ഒരുതരം ഏകാഗ്രത നശിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അങ്ങനെ സംഭാഷണങ്ങളിലൂടെ പിന്നെ ക്രിയാംശത്തിലൂടെയൊക്കെ വളരുന്ന ഒരു പ്രത്യേക ഒരു നാടക സങ്കല്പത്തെ അദ്ദേഹം മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം 44 കാലഘട്ടത്തിൽ എഴുതിയ ഒരു നാടകം, നേരത്തെ പറഞ്ഞ പി കെ വിക്രമൻ നായർ ഉൾപ്പെടെയുള്ള TR സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള തെക്കുറിശ്ശി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് തിരുവനന്തപുരത്ത് കളിച്ചു. ആ നാടകത്തിന്റെ പേരാണ് ഭക്തഭവനം. ആ ഭക്തഭവനം, അതുപോലെ തന്നെ തുടർന്ന് അദ്ദേഹം എഴുതിയ കന്യക, ബലാബലം തുടങ്ങിയ നാടകങ്ങളൊക്കെ വലിയ ചലനമുണ്ടാക്കി മലയാള തിരുവനന്തപുരത്തെ നാടകവേദിയിൽ. അപ്പോ കൊച്ചിയില് ഈ പി ജെ ആന്റണിയും കൂട്ടരും കൂടെ ഈ നാടകം ഇതിനകത്ത് ഭക്തഭവനം അവതരിപ്പിച്ചു. അതൊക്കെ വലിയ വിപ്ലവമായിരുന്നു. അതായത് ഒരു നാടകം നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലാളി പ്രശ്നം, കൃഷിക്കാരന്റെ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്ന ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ആ ഒരു സംഘർഷങ്ങളുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ സമത്വമില്ലായ്മയുണ്ട്. ഭർത്താവ് ഭാര്യയെ ഒരു അടിമയെ പോലെ കാണുന്നതിനും അതിനോട് ചെറുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പിന്നെ ഒരു പ്രതിഷേധമുണ്ട്. ഇതെല്ലാം അവതരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കന്യക എന്നുള്ള നാടകത്തിൽ അച്ഛനമ്മമാർ ഒരു കറവ പശുവിനെ പോലെ കാണുന്ന ഒരു സ്ത്രീ, അവള് കല്യാണം കഴിക്കാൻ, അന്ന് കല്യാണമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. അവള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. പക്ഷെ അവള് കല്യാണം കഴിക്കാതെ വൈകി അവൾക്കൊരു വൈരാഗ്യം തന്നെ സമൂഹത്തോടുണ്ടാവുകയാണ്. അവസാനം ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരനെ പോലെ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് അവളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇതൊക്കെ അന്ന് ഭയങ്കര ഷോക്കായിട്ടുള്ള, അന്നത്തെ ഒരു ആഘാതമേൽപ്പിച്ച ഒരു നാടകങ്ങളായിരുന്നു അത്. അപ്പൊ ഞാൻ പറഞ്ഞത് അമേച്വർ നാടകത്തെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ പി ജെ ആന്റണി കൊച്ചിയിൽ അവതരിപ്പിച്ചത് പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു. അങ്ങനെ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ തന്നെ, അതായത് നാടകങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നാടകം ആഴ്ചയിൽ പല ദിവസങ്ങളിലും അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു നാടക സംഘത്തെ പി ജെ ആന്റണി ഉണ്ടാക്കി. അതുപോലെ തന്നെ കോഴിക്കോട് പിന്നെ ഒരു പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അവിടെ കുറെ പേര്, അവിടെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞ് കുറെ പേര് ചേർന്ന ഒരു സംഘം ഉണ്ടാക്കി. അതിനകത്ത് പിന്നെ KP ഉമ്മർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മാൻ ആയിട്ടുള്ള KT മുഹമ്മദ്, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുരാജ്, ഇങ്ങനെ കുറെ കലാകാരന്മാരെയായിരുന്നു കോഴിക്കോട് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ് ഉണ്ടാക്കിയത്. ഇവരെല്ലാവരും ചേർന്ന് മനുഷ്യൻ കാരാഗ്രഹത്തിലാണ് ഇങ്ങനെയുള്ള ചില നാടകങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ അതിനുശേഷം അവര് ഒരു നാടകം അവതരിപ്പിച്ചത് മുസ്ലിം സമുദായത്തിലേക്ക്, നേരത്തെ നമ്പൂതിരി സമുദായത്തിന് അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയോ അതിനേക്കാൾ എത്രയോ ഭീകരമായ ഒരു അനാചാരം നിലനിന്നിരുന്ന ഒരു സമുദായമായിരുന്നു മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിലെ ഒരു അനാചാരങ്ങളെ വളരെ കർക്കശമായി, വളരെ യാതൊരു ഒളിവും മറയും കൂടാതെ ചോദ്യം ചെയ്ത ഒരു നാടകം KT മുഹമ്മദ് എഴുതി. അതിന്റെ പേരാണ് പിന്നെ എന്താണ്, ഒരു സെക്കൻഡ്, ഇത് ഭൂമിയാണ്. അപ്പോ ആ നാടകം ചോദ്യം ചെയ്തത് മുസ്ലിം സമുദായത്തിന്റെ തന്നെ അകത്ത് നടക്കുന്ന ആ നിലവിൽ നിന്നിരുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതും, അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പുരുഷന്മാർക്ക് അനുഭവിച്ച വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയും ആ നാടകത്തിന്റെ പ്രമേയമായി. വളരെ പുരോഗമന ചിന്ത ആവശ്യമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നാടകമായിരുന്നു ഇത് ഭൂമിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നാടകം ഒക്കെ വന്നു. കേരളത്തിലുടനീളം പല ചലനങ്ങൾ ഉണ്ടാക്കിയ കുറെ നാടകങ്ങളുടെ പേരുകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് കേരളത്തിൽ, തിരുവിതാംകൂറിൽ ഒരു ഇതിനൊക്കെ പറ്റുന്ന അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കൈവരിച്ചു കഴിഞ്ഞു, പക്ഷെ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരകാലത്ത്, കേരളത്തിലല്ല തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പൊൻകുന്നം വർക്കിയെ പോലുള്ള ഒരു നാടകകൃത്ത് ജേതാക്കൾ എന്നൊരു നാടകം എഴുതുകയും അറസ്റ്റിലാവുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നെ കേശവദേവ് പോലുള്ള അന്ന് പ്രധാനമായും നാടകങ്ങൾ എഴുതിയിരുന്ന ഒരു എഴുത്തുകാരൻ നാടകങ്ങൾ എഴുതി
ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തകഴി ശിവശങ്കരപിള്ള തോറ്റില്ല എന്നൊരു നാടകം എഴുതി. ഇങ്ങനെ പലരും ഒരു കുട്ടനാട്ട് രാമകൃഷ്ണപിള്ള പ്രതിമ എന്നൊരു നാടകം ഏതാണ്ട് സർ സി പി രാമസ്വാമി അയ്യരെ ഏതാണ്ട് നേരിട്ട് തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടകം എഴുതി പ്രതിമ. അതുപോലെ തന്നെ പല നാടകങ്ങൾ തിരുവിതാംകൂറിലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ കാലാവസ്ഥ അന്ന് ഒരു സ്വാതന്ത്ര്യം കൈവരിച്ചു, എന്നാൽ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുകയും ചെയ്തു. 1948 കാലത്ത് ഇന്ത്യ ഒട്ടുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടെങ്കിലും തിരുവിതാംകൂറിൽ അങ്ങനെ ഒരു നിരോധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവരെ പോലീസും ഗുണ്ടകളും വേട്ടയാടുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോ ഒരുപാട് പേര് ഒളിവിൽ ഇരുന്നുകൊണ്ടാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ആക്കകൂട്ടുന്ന ഒരു സംഭവം 1949 ഡിസംബർ മാസത്തെ അവസാനത്തെ ദിവസം ഉണ്ടായി. അത് ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, മധ്യ തിരുവിതാംകൂറിലെ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജന്മിയുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് അവിടെ ഒരു കുളത്തിൽ ഒരാൾ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഒരു ലേലത്തിന് പിടിച്ചൊരു കുളത്തില് അവിടുത്തെ നാട്ടുകാർ മത്സ്യം പിടിച്ചു. കാര്യം ആ മത്സ്യം പിടിച്ചാൽ മാത്രമേ അവർക്ക് ഭക്ഷണത്തിലുള്ള വക ഉണ്ടാവുള്ളൂ. അവരെ കൊണ്ട് ആരാണ് ലേലത്തിൽ പിടിച്ചതെന്ന് നോക്കിയില്ല. അവർ കുറച്ചുപേര് പോയി മീൻ പിടിച്ചു. മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ജന്മി ഇളക്കി വിട്ടിട്ട് ഇയാളെ കൊണ്ടുപോയി, ലേലം പിടിച്ച ആൾ കൊണ്ടുപോയി പോലീസിന് പരാതി കൊടുത്തു. പോലീസ് വന്ന് രാത്രി കാലത്ത് ആ നാട് മുഴുവൻ സകല വീടുകളും കയറി ഇറങ്ങി സെർച്ച് ചെയ്തു ആരാണ് മീൻ പിടിച്ചതെന്നറിയാൻ. അവിടെ പുരുഷന്മാരൊക്കെ ഒന്ന് ഒളിവിൽ മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അവർ സ്ത്രീകളെ അപമാനിച്ചു. സ്ത്രീകളെ ഭയങ്കരമായി പീഡിപ്പിക്കുന്ന ഉൾപ്പെടെ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും ഒരുപാട് മർദ്ദിക്കുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. അപ്പോൾ ഒളിവിലിരുന്ന പുരുഷന്മാരെല്ലാം കൂടെ അവിടെ വന്ന് പോലീസുമായിട്ട് സംഘടന ഉണ്ടായി. ആ സംഘടനത്തിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ടു. ആ 4 പോലീസുകാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ശൂരനാടുള്ള ഏറ്റവും വലിയ ജന്മിയുടെ തെന്നല കുടുംബം എന്ന് പറയും, ആ കുടുംബത്തിന്റെ മുറ്റത്ത് പറവൂർ ടി കെ നാരായണപിള്ള എന്ന് പറയുന്ന അന്നത്തെ തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചു, ഇനി നമുക്ക് ശൂരനാട് എന്നൊരു നാട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ശൂരനാട് വേണ്ട എന്നൊരു ഇത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പോലീസിന് ഹാലിളകി. പോലീസ് അങ്ങ് എന്താ പറയുക, പിന്നെ ഒരു നരനായാട്ട് നടത്തി ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് പേരെ ലോക്കപ്പിലിട്ട് കൊന്നു, ഒരുപാട് പേരുടെ കുടുംബങ്ങൾ കുളം തോണ്ടി, ആളുകളെ മുഴുവൻ വഴിയിലിറക്കി വിട്ടു. അതിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായി ഒരു തോപ്പിൽ ഭാസ്കരൻ പിള്ള ഉണ്ടായിരുന്നു. തോപ്പിൽ ഭാസ്കരൻ പിള്ള അദ്ദേഹം ഒളിവിൽ പോയി. ആ ഒളിവിൽ 2 വർഷം തിരുവിതാംകൂറിലെ ഒരുപാട് പുലയ കുടിലുകളാണ് ഈ തോപ്പിൽ ഭാസ്കരൻ പിള്ള ഒളിവിലിരുന്നത്. അവിടെ ഒളിവിലിരുന്നുകൊണ്ട് അവരുടെ ജീവിതം നേരിട്ട് കണ്ടു. എങ്ങനെയാണ് അധസ്ഥിത വർഗത്തിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ജന്മി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ജന്മിമാരായ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും ഒരു അച്ഛൻ ജന്മിയാണ്. അടിയാളന്മാരെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട് തല്ലുന്നത് കണ്ടു വളർന്ന ഒരാളാണ്. അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായെങ്കിൽ പോലും നാടിന്റെ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ജന്മി ഉണ്ടാവും, ഒരു അടിയാളരുണ്ടാവും, കുടിയാന്മാരുണ്ടാവും. അവരെല്ലാവരും ജന്മിയുടെ ഇച്ഛാനുസരണം ജോലി ചെയ്യുകയും അവർക്ക് വേണ്ടി ജന്മിക്ക് വേണ്ടി അധ്വാനിക്കുകയും വേണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. പക്ഷെ തോപ്പിൽ ഭാസ്കരൻ പിള്ള എന്ന് പറയുന്ന തോപ്പിൽ ഭാസി ഈ വീടുകളിൽ പോയി ഒളിവിലിരുന്ന് അവരുടെ ജീവിതം നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ഇരുന്ന് ആ ഒളിവിലിരുന്നുകൊണ്ട് തോപ്പിൽ ഭാസി മുന്നോട്ട് എന്നൊരു ഏകാംഗ നാടകം എഴുതി. ആ ഏകാംഗ നാടകം ONV കുറുപ്പിന്റെ അന്ന് കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരുന്ന ONV കുറുപ്പിന്, കവിയായ ONV കുറുപ്പിന്റെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്ത് ഒരു വിശ്വകേരളം എന്നൊരു പത്രം ഉണ്ടായിരുന്നു, അതിൽ പ്രസിദ്ധീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തോപ്പിൽ ഭാസി ആ നാടകത്തെ ഒന്ന് വികസിപ്പിച്ച് ഒരു ഏകാംഗത്തെ വികസിപ്പിച്ച്, അതായത് ഒരു ജന്മിയും ചേന്നൻ പുലയൻ എന്ന് പറയുന്ന ഒരു പുലയനും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണവും അതിനിടയിൽ ചേന്നൻ പുലയൻ ഉണ്ടാവുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ജന്മിയോട് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുന്നു. ഇതായിരുന്നു ആ ഏകാംഗത്തിന്റെ പ്രമേയം. പക്ഷെ നാടകം എഴുതി വന്നപ്പോൾ അതിനകത്ത് കുറെ കഥാപാത്രങ്ങൾ ഉണ്ടായി. ആ ജന്മി കേശവൻ നായർ എന്ന് പറയുന്ന ഒരു ജന്മി ഉണ്ടായി. അതുപോലെ തന്നെ വേറൊരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു നായർ തറവാട്ടില് മറ്റൊരു ഒരു ജന്മി എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റൊരു ജന്മി ഉണ്ടായി, പരമപിള്ളയുടെ മകൻ ഗോപാലൻ. ആ ഗോപാലൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്നു. ആ ഗോപാലനും മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മാത്യുവും ചേർന്ന് നാട്ടിലൊരു ഇത്തരം നമ്മളെങ്ങനെയാണ് ജന്മിത്വത്തിനോട് പടപൊരുതേണ്ടതെന്ന് നാട്ടുകാരെ പഠിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന 2 കമ്മ്യൂണിസ്റ്റുകാരന്മാരായി മാറുന്നു. അവിടെ ഒരു പുലയക്കുടി കറമ്പൻ എന്ന് പറയുന്ന ഒരു പുലയനും അയാളുടെ മകൾ മാലയും, അങ്ങനെ ഇവരെല്ലാവരും പേർന്ന ഒരു ജീവിതം ഒക്കെ ആയിട്ട് ഈ തോപ്പിൽ ഭാസി എഴുതിയ നാടകത്തിന് അദ്ദേഹം ഇട്ട പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നാണ്.
ഈ നാടകം എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോപ്പിൽ ഭാസി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഭീകരമായി മർദ്ദിക്കപ്പെട്ടു. അങ്ങനെ കൊല്ലം അടൂർ ലോക്കപ്പിൽ പിന്നെ കിടക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ആ നാടകം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അവതരിപ്പിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് 1950 ഈ എറണാകുളം ലോ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അഡ്വക്കേറ്റ് ജി ജനാർദ്ദനക്കുറുപ്പ്, അഡ്വക്കേറ്റ് പുനലൂർ എൻ രാജഗോപാലൻ നായർ, അവർ അഡ്വക്കേറ്റ് ആയിട്ടില്ലെന്ന്, ഈ രണ്ടു പേരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ എന്താ പറയുക കലാ സംഘടനയായി ഉണ്ടാക്കിയതാണ്. ഈ കലാസംഘടന ആ കോളേജ് വാർഷികത്തിന് കുറെ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചു, കലാപരിപാടികൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ പല വഴിക്ക് പിരിഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തിരുകൊച്ചി സംസ്ഥാനത്ത് ഇലക്ഷൻ വന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ ഇലക്ഷൻ മത്സരിച്ചു. കൂട്ടത്തിൽ പുനലൂർ രാജഗോപാലൻ നായരും മത്സരിച്ചു, MLA ആയി. MLA ആയി കഴിഞ്ഞപ്പോൾ അന്ന് MLA മാർക്കൊന്നും ജീവിക്കാൻ വലിയ വരുമാനമൊന്നുമില്ല. അപ്പോൾ പഴയ ജനാർദ്ദൻ കുറുപ്പ് സ്നേഹിതനായി വന്ന് കണ്ടു. എന്നിട്ട് തിരുവനന്തപുരത്ത് CP സത്രത്തിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് ഒരു കലാസമിതി ഉണ്ടാക്കണം. അന്നത്തെ ലോ കോളേജിലെ പ്രസ്ഥാനത്തിന്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഒരു കലാസമിതി ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയും അവർ ഒരുമിച്ചിരുന്നുണ്ടാക്കി ജനാർദ്ദൻ കുറുപ്പ് അതിനൊരു പേരിട്ടതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, KPAC. അദ്ദേഹത്തിന് അവരുടെ കൂട്ടത്തിൽ രാജാമണി എന്ന് പറയുന്ന മറ്റൊരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം അതേസമയം തിരുവനന്തപുരത്ത് MP പോൾസ് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു, അതിലെ ഒരു അധ്യാപകനാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നാടകം ജനാർദ്ദന കുറുപ്പും രാജഗോപാലൻ നായരും കൂടെ ഒരു നാടകം എഴുതി. ഈ ദിവാൻ ഭരണം ആ കാലത്ത് ഉണ്ടാകുന്ന ഒരു എന്താ പറയണ്ട ഒരു റിവോൾട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഏതാണ്ട് നിങ്ങൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയമായിട്ട് യോജിക്കും. അവിടുത്തെ കാരണവര് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരാണ്, മകൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അനന്തരവനും പിന്നെ അതിനോട് ചായ്വുണ്ട്. അവസാനം അയാൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അയാളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. എൻ്റെ മകന്റെ ആശയമാണ് ശരി എന്നയാൾ അവസാനം സമ്മതിക്കുകയാണ്, തന്നെ എൻ്റെ മകനാണ് ശരി. അപ്പൊ എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം എഴുതി. അതിനുവേണ്ടി പിന്നെ ചില പാട്ടുകാരെയും അഭിനയിക്കാൻ പറ്റുന്നവരൊക്കെ ചിലരെ കൊണ്ടുവന്നു. സുലോചന എന്നൊരു കുട്ടി വന്നു, KS ജോർജ് എന്ന് പറഞ്ഞൊരു തൊഴിലാളി വന്നു പാട്ട് പാടാനായിട്ട്. പിന്നെ അവര് തന്നെ കുറച്ചുപേര് കണ്ടെത്തി. അങ്ങനെ നാടകം കളിച്ചു. എൻ്റെ മകനാണ് ശരി തിരുവനന്തപുരത്ത് കളിച്ചു. കുറെ സ്ഥലങ്ങളിൽ കളിച്ചെങ്കിലും ആ നാടകം വലിയ വിജയമൊന്നും ആയിരുന്നില്ല. ആ സമയത്താണ് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള പ്രമേയം തോപ്പിൽ ഭാസി എഴുതിയത്. പരമുള്ളയുടെ മകൻ ഗോപാലൻ. അവസാനം ഗോപാലന്റെ പിന്നെ നിലപാടാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന പരമുള്ള അവസാനം മാല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഇന്ന് ആ കൊടി, യുവതിയുടെ ഇന്ന് കൊടി ഏറ്റുവാങ്ങുകയാണ്. ആ കൊടി ഇതാ മോളെ, ഞാനിതൊന്ന് പൊക്കിപ്പിടിക്കട്ടെ, എനിക്കിതൊന്ന് പൊക്കിപ്പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ആ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ തോപ്പിൽ ഭാസിയായിട്ട് സംസാരിച്ച് അങ്ങനെ അവർ ആ നാടകത്തിൽ കുറച്ച് കഥാപാത്രങ്ങളെ പുതുതായിട്ട് നായിക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രേമം അഭിനയിക്കുന്ന പാട്ട് പാടുന്ന ഒരു കഥാപാത്രത്തിനെയാണ് നായിക എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രത്തെ അവരുണ്ടാക്കി. നാടകത്തിൽ ഉണ്ടായിരുന്നില്ല. ജന്മിയുടെ മകൾ സുമാവരി, അത് KPAC സുലോചന തന്നെ അഭിനയിച്ചു. ബാക്കി വേഷങ്ങളിലൊക്കെ അന്ന് MLA ആയിരുന്ന കാമ്പശ്ശേരി കരുണാകരൻ അതിന്റെ പരമു നായരുടെ പിന്നെ പരമുള്ളയുടെ വേഷം അഭിനയിച്ചു. പിന്നെ ജനാർദ്ദൻ കുറുപ്പ് ജന്മി കേശവൻ നായരുടെ വേഷം അഭിനയിച്ചു. രാജഗോപാലൻ നായർ പിന്നെ ആദ്യം വേലുച്ചാരുടെ ജന്മിയുടെ ശിങ്കിടിയുടെ വേഷത്തിലും പിന്നീട് വേഷത്തിൽ അഭിനയിച്ചു. അന്ന് കഥാപ്രസംഗ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച V സാംബശിവൻ നായകനായ ഗോപാലന്റെ വേഷത്തിൽ അഭിനയിച്ചു. സുധർമ്മ എന്നൊരു സംഗീതാധ്യാപിക ഉണ്ടായിരുന്നു, ഗോമതി നായരുടെ പേര്. അവർ സുധർമ്മ എന്നുള്ള പേര് സ്വീകരിച്ച് ആ നാടകത്തിലെ മാലയായിട്ട് അഭിനയിച്ചു. തോപ്പിൽ കൃഷ്ണപിള്ള, അതുപോലെ തന്നെ തോപ്പിൽ ഭാസി അനിയൻ തോപ്പിൽ കൃഷ്ണപിള്ള കറമ്പനായിട്ട് അഭിനയിച്ചു. O മാധവൻ എന്ന് പറയുന്ന KPACയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത O മാധവൻ, പപ്പു എന്ന് പറയുന്ന പാട്ടക്കാരന്റെ വേഷം അഭിനയിച്ചു. അങ്ങനെ ഒരു സംഘത്തെ അവരുണ്ടാക്കിയ നാടകം 1952 ഡിസംബർ 6-ാം തീയതി പിന്നെ ചവറയായിരുന്നു കാര്യം. ചവറയിലാണ് പാട്ട് എഴുതിയ ONV കുറുപ്പിന്റെ വീട് ചവറയിലാണ്. ഈ നാടകം നടത്താനായിട്ട് അതിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത കോടാകുളങ്ങര വാസുപിള്ള എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹം ചവറക്കാരനാണ്. അപ്പൊ ചവറയായിരുന്നു ഈ നാടകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നത്. അവിടെ തന്നെ നാടകം തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ചന്തയിൽ വെച്ച്, അവിടെ സുദർശന എന്ന് പറയുന്ന കൊട്ടകയുടെ നാടകം 1952 ഡിസംബർ 6-ാം തീയതി രാത്രി അന്നത്തെ പുരോഗമന സാഹിത്യകാരനായിട്ടുള്ള DM പൊറ്റക്കാട് ഉദ്ഘാടനം ചെയ്തു. ആ നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നാടകം കൈയടിക്കുകയല്ല ചെയ്തത്. ആ നാടകം അവതരിപ്പിച്ച അവസാനത്തെ രംഗത്തിൽ പരമപിള്ള ആ കൊടി ഏറ്റുവാങ്ങി, ഞാനിതൊന്ന് പൊക്കി പിടിക്കണം, എനിക്കിതൊന്ന് പൊക്കി പിടിക്കണം എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുമ്പോൾ അവിടെ ഇരുന്നവർ അത്രയും മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. കൈ ചുരുട്ടി, മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് ആവേശത്തോടെ ഉയർത്തി അവർ ഇൻഗുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് വിളിക്കുകയും അരങ്ങത്ത് നിന്ന കഥാപാത്രങ്ങൾ അതേപോലെ തന്നെ അത് ഏറ്റുവിളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു വലിയ വൈകാരിക മുഹൂർത്തം സംഭാവന ചെയ്തുകൊണ്ടാണ് അന്ന് ആ നാടകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അങ്ങനെ ആ നാടകം അന്ന് രാത്രി തന്നെ
തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിൽ ബുക്ക് ചെയ്യപ്പെട്ടു. അതുമുതൽ തുടർച്ചയായി നാടകം ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കളിക്കുകയും, പക്ഷേ അന്നത്തെ AJ ജോൺ പിന്നെ മന്ത്രിസഭ അത് നിരോധിക്കുകയും ചെയ്തു. പലയിടങ്ങളിൽ നാടകം നിരോധിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് എന്ന് പറഞ്ഞ് അത് നിരോധിച്ചു. പിന്നെ KPSC ഒരു അന്നത്തെ നിലവിലുണ്ടായിരുന്ന ഡ്രമാറ്റിക് പെർഫോമൻസ് ആക്ടിനെതിരെ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായി വിധി സമ്പാദിച്ച് അങ്ങനെ തിരികെ വന്ന് ഒരു വലിയ ജൈത്രയാത്ര തന്നെ നടത്തി. അടുത്ത 3 വർഷങ്ങൾ 1953, 54, 55 വരെ KPSC നാടകങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒടുവിൽ മലബാറിൽ ഇതിനുവേണ്ടി പ്രത്യേക ഒരു വലിയ കമ്മിറ്റി തന്നെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അവിടെ മലബാറിൽ ഒരു 2-3 ആഴ്ചകളിലേക്ക് കളിക്കാൻ പോയ നാടക സംഘം ഒരു 1.5 മാസം നീണ്ടുനിന്ന ഒരു പര്യടനം നടത്തി തിരിച്ചു വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ മലബാർ ഡിസ്ട്രിക്ട് വോട്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി വിജയിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു നേരത്തെ ഇവിടെ ശ്രീ ഗോകുമാർ പറഞ്ഞ ഒരു കാര്യം, ആർക്കാണ് KPSCക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ കൊണ്ടാണോ പ്രയോജനം ഉണ്ടായത്, തിരിച്ചാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. തീർച്ചയായിട്ടും ഇതൊരു പരസ്പര പൂരകമായ ഒരു കാര്യമാണ്. കാര്യത്തിൽ അന്ന് നാടകം എന്ന് പറയുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാടകങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കണം. അവിടെ പിന്നെ PJ ആന്റണി അപ്പൊ തന്നെ ആ സമയത്തിന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പരമുള്ളയുടെ വേഷം അദ്ദേഹം അഭിനയിച്ചു. ഇടക്കാലത്ത് കാമ്പശ്ശേരി കരുണാകരന് സുഖമില്ലാതായപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം അവിടെ ഒരു നാടകം എഴുതി. ആ നാടകം പ്രതിഭ ആർട്സ് ക്ലബ് അവിടെ അവതരിപ്പിച്ചു. ആ നാടകവും നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പോലെ തന്നെ ഒരു വലിയ ഒരു എന്താ പറയണ്ടേ ഒരു ആഘാതം ഉണ്ടാക്കി, സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ ഒരു ആഘാതം സൃഷ്ടിച്ച നാടകമാണ്. അതിന്റെ പേര് ഇൻക്വിലാബിന്റെ മക്കൾ. അപ്പൊ ഇൻക്വിലാബിന്റെ മക്കൾ പള്ളിയുടെയും പട്ടക്കാരന്റെയും എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ വൃത്തികേടുകളെ നേരിട്ട് ചോദ്യം ചെയ്ത ഒരു നാടകമായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യപരമായ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു. KT മുഹമ്മദ് ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് അതേ വർഷം തന്നെ, ഇതെല്ലാം നടക്കുന്ന 1952-53 കാലഘട്ടത്തിലാണ്, കോഴിക്കോട് പിന്നെ ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് ഇത് ഭൂമിയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ ഒരു സാമൂഹ്യ മാറ്റം എന്നുള്ളൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയൊരു മുന്നേറ്റം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1950കളുടെ തുടക്കം. അതൊരു പാർട്ടിയുടെ KPSC തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ എന്താ പറയുക അനുഗ്രഹാശിസുകളോടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ മറ്റ് നാടക പ്രസ്ഥാനങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാവരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മുടെ സാമൂഹ്യ ഘടനയെ, ഒരു രാഷ്ട്രീയ പരമായ ചിന്താഗതിയെ ആഴത്തിൽ സ്വാധീനിച്ച നാടകങ്ങളാണ്. അത് കഴിഞ്ഞ് KPSC അതിന്റെ തുടർച്ചയായിട്ട് തന്നെ 1955 സർവേക്കല്ല് എന്നൊരു നാടകം എഴുതിയെങ്കിലും ആ നാടകം ഇതുപോലൊരു രാഷ്ട്രീയ പരമായ ഉള്ളടക്കം കുറവായിരുന്നുകൊണ്ട് അത് അധികം ഓടിയില്ല. പക്ഷെ പിന്നീട് തോപ്പിൽ പാസി അതിനകത്ത് മറ്റ് അംശങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത നാടകം പുനഃസംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നാടകവും വലിയൊരു വിജയമായി. അതിനുശേഷം വലിയൊരു വിജയമായ നാടകം തോപ്പിൽ പാസി എഴുതിയത് 1956 മുടിയനായ പുത്രൻ ഇതുപോലെ തന്നെ വലിയൊരു കേരളത്തെ ഇളക്കിമറിച്ച മറ്റൊരു നാടകമാണ്. അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊരു നാടകത്തിലൂടെ ഈ രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളികളും നാട്ടുകാരും കർഷകരും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ രാഷ്ട്ര പുരോഗതി എന്നൊരു കാര്യം സംഭവിക്കുള്ളൂ എന്നുള്ളൊരു സന്ദേശമാണ് തോപ്പിൽ പാസി പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ള നാടകത്തിലൂടെ KPSC നാടകത്തിലൂടെ നൽകിയത്. ഇത് കഴിഞ്ഞ് അതിന്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന അതിനുശേഷം KPSC ഒരു രാഷ്ട്രീയ നാടകങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരു നേരത്തെ എൻ കൃഷ്ണപിള്ള അവതരിപ്പിച്ച പോലെ ചിലപ്പോൾ കുടുംബത്തിനകത്ത് നടക്കുന്ന കുടുംബത്തിന്റെ ഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബഘടനയിലെ ജനാധിപത്യപരമായ അതിന്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് ഒക്കെ പറയുന്ന നാടകങ്ങൾ പിന്നീട് അനേക നാടകങ്ങൾ തോപ്പിൽ പാസി എഴുതി. പക്ഷെ 1-2 നാടകങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. അതിനകത്തൊന്ന് അദ്ദേഹം 1962 എഴുതിയ അശ്വമേധം എന്നുള്ള നാടകം ഇതുപോലെ തന്നെ വലിയൊരു ഇതായിരുന്നു. അത് ഒരു രാഷ്ട്രീയം ഒന്നുമല്ല പറഞ്ഞത്. ഒരു കുഷ്ഠരോഗമുണ്ട്, ഒരു പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു, നിശ്ചയിക്കപ്പെട്ടു, ഇന്ന ദിവസം 7 ദിവസം കഴിഞ്ഞാൽ ആ വിവാഹം നടക്കാൻ പോകുന്നു. പക്ഷെ അപ്പൊ തന്നെ ആ ഒരു ഹെൽത്ത് വിസിറ്റർ വന്ന് പറയുക, കഴിഞ്ഞ ആഴ്ച നീ അവിടെ വന്ന് നിന്റെ രക്തം പരിശോധിച്ചല്ലോ സാനറ്റോറിയത്തിൽ, അതിൽ നിന്ന് ഉണ്ടായ ഒരു നിഗമനം നിനക്ക് കുഷ്ഠമുണ്ട്. അങ്ങനെ കുഷ്ഠമുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബം മുഴുവൻ തകിടം മറിയാണ്. അവൾ സ്വയം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുഷ്ഠരോഗ ആശുപത്രിയിൽ പോയി താമസിക്കുന്നു. പിന്നെ അവിടെ നിന്ന് കുഷ്ഠം ഭേദമായി, അത് വളരെ വേഗം തന്നെ അത് ഭേദമായി, തുടക്കമായിരുന്നുകൊണ്ട് ഭേദമായി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുഷ്ഠരോഗം അവൾക്ക് പകർന്നു കിട്ടിയത് അച്ഛനിൽ നിന്നാണ്. ആ അച്ഛൻ ഉൾപ്പെടെ, അച്ഛനും അമ്മയും ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ അവളെ വീട്ടിൽ നിറക്കി വിടുകയാണ്. കാര്യം അവളുടെ അനിയത്തിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ അവള് ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതൊരു സാനിറ്റോറിയത്തിലെ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ പിന്നെ ഡോക്ടർ ഉണ്ണിത്താൻ നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന ഡോക്ടർമാരായതുകൊണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ അത് ആ ഡോക്ടർ ഉണ്ണിത്താനെ കുറിച്ച് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
തോപ്പിൽ ഭാസി എന്ന MLA ആണ് 1957. തോപ്പിൽ ഭാസി MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം ഈ നൂറിനാട് സാനറ്റോറിയത്തിൽ നിന്ന് ഡോക്ടർ ഉണ്ണിത്താൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആള് വന്ന് വിളിച്ചു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ അവിടെ പോയി ഡോക്ടർ ഉണ്ണിത്താനെ കണ്ടു. ഉണ്ണിത്താൻ ആദ്യം തോപ്പിൽ ഭാസി എടുത്തു. തോപ്പിൽ ഭാസി അവിടുത്തെ MLA ആയതുകൊണ്ട് ആ പ്രദേശത്തെ MLA കൂടെയാണ്. അല്ലാതെ തന്നെ അവിടെ ഒരുപാട് കാലം അവിടെ ഒരുപാട് നാളുകളായി അവിടെ പോവുകയും പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അപ്പം ആ സാനറ്റോറിയത്തില് കുഷ്ഠരോഗ സാനറ്റോറിയത്തിൽ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സാധാരണ ഉള്ള ഒരു മര്യാദയൊന്നും കാണിക്കാത്ത അല്ലെങ്കിൽ അത്തരം സൗമ്യഭാവം ഒക്കെ വിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, രോഗം ഒരു കുറ്റമാണോ? അപ്പൊ ഭാസിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ചോദിച്ചു, പിന്നെയും ഡോക്ടർ ആവർത്തിച്ചു. അപ്പോൾ ഭാസി എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോൻ ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതായത് കുഷ്ഠരോഗികളെ പൊതുജനമധ്യത്തിൽ കണ്ടാൽ, അതായത് നമ്മൾ പബ്ലിക് റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കും, ലോക്കപ്പിലാക്കും. അപ്പം എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇയാളെ ഇങ്ങനൊരു കുഷ്ഠരോഗി അറസ്റ്റ് ചെയ്യുന്നത്? അതാണ് രോഗം ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചത്. അപ്പൊ തോപ്പിൽ ഭാസിക്ക് അതിന്റെ കാര്യം മനസ്സിലായി. അദ്ദേഹം അടുത്ത ദിവസം തന്നെ അവിടെ തിരിച്ച് തിരുവനന്തപുരത്ത് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇതേ ചോദ്യം ഡോക്ടർ AR മേനോൻ മന്ത്രിയോട് ചോദിച്ചു. എന്നിട്ട് ഈ കഥ വളരെ നാടകീയമായി അവതരിപ്പിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ഡോക്ടർ AR മേനോൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഈ ബില്ല് അവതരിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ, ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ വഴിതെളിച്ച ഒരു പ്രമേയമാണത്. ഇതാണ് ഇതിനകത്ത് നായിക സരോജം ഡോക്ടർ തോമസിനോട് ചോദിക്കുന്നത്, സുലോചന KP ഉമ്മറിനോട് ചോദിക്കുന്നത്, രോഗം ഒരു കുറ്റമാണോ? അപ്പൊ അത് അല്ല. അങ്ങനെ അവസാനം ആ കുറ്റമാണ് സമൂഹം വിധിച്ച കുഷ്ഠരോഗി അവസാനം രോഗം മാറിയിട്ട് പോലും സ്വന്തം വീട്ടിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാതെ ആ സാനറ്റോറിയത്തിൽ അഭയം കണ്ടെത്തുകയാണ്. അതാണ് നാടകം അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെ തോപ്പിൽ ഭാസിയുടെ ഈ നാടകങ്ങളുടെ 62-ൽ ഇറങ്ങിയ ഈ നാടകമാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനകീയമായി തീർന്ന ഒരു നാടകം. ഇവിടെ ഞാൻ 1-2 പേരുടെ പേരുകളും കൂടെ വിട്ടുപോയി. അതിനകത്ത് ഒരാൾ തീർച്ചയായിട്ടും ഓർക്കപ്പെടേണ്ട ഒരാളാണ്. 1950-കളിൽ തോപ്പിൽ ഭാസിക്കും SL പുരത്തിനും KT മുഹമ്മദിനും PJ ആന്റണിക്കും ഒക്കെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് SL പുരം സദാനന്ദൻ. അദ്ദേഹം ആദ്യം എഴുതിയത്, അദ്ദേഹം പുനഃപ്രവയലാർ സമരത്തിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച ഒരാളാണ്. അദ്ദേഹം ആദ്യം എഴുതിയ പാട്ടുകളാണ്, കഥകൾ എഴുതി. പക്ഷേ സുഗതൻ സാർ, R സുഗതനാണ് അദ്ദേഹത്തിനോട് നാടകം എഴുതിക്കൂടെ എന്ന് ചോദിച്ചത്. അങ്ങനെ അദ്ദേഹം നാടകം എഴുത്തിലേക്ക് വരികയും കുറെ നാടകങ്ങൾ എഴുതി. പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു നാടകം എഴുതുന്നത് 1954 കാലഘട്ടത്തിൽ ഒരാൾ കൂടി കള്ളനായി, ഒരു വീട്ടിലെ ഒരു തൊഴിലിലായും ഒരാളെ കള്ളനാക്കുന്നതാണ് പ്രമേയം. ഒരാൾ കൂടി കള്ളനായി. അത് വളരെ ഹിറ്റായി തീരുന്ന ഒരു നാടകമായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി ആസ്ഥാനമാക്കിയ കേരള പ്രോഗ്രസീവ് തിയേറ്ററിക്കൽ ആർട്സ് എന്ന് പറയുന്ന ഒരു സംഘടന, എരൂർ വാസുദേവ് എന്നൊരു നാടകത്തിൽ അദ്ദേഹം ഒരു ജീവിതം അവസാനിക്കുന്നില്ല എന്നൊരു നാടകം എഴുതി സംവിധാനം ചെയ്തു. ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ തന്നെ പുരോഗമന ചിന്ത, ഒരു പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുന്ന അന്നത്തെ നമുക്ക് സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണ നാടകം എന്നതിനപ്പുറമായിട്ട് ഈ ഒരു സാമൂഹ്യപരമായ മാറ്റങ്ങൾ വേണ്ടതാണ് എന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കുന്ന നാടകങ്ങളായിരുന്നു. അപ്പൊ അതല്ലാതെ തന്നെ ഒറ്റയാനായിട്ട് നിന്ന് NN പിള്ളയെ പോലെ ഒരാളും ആ കാലഘട്ടത്തിൽ തന്നെയാണ് നാടകം ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. INA-യിൽ പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് ഓഫീസിന്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പല ബിസിനസ് നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഒരു നാടക സംഘം ഉണ്ടാക്കുന്നത്, വിശ്വ കേരള കലാസമിതി. പക്ഷെ ആ നാടക സമിതി ഒരു ക്ലച്ച് പിടിച്ചില്ല. സ്വന്തം ഭാര്യയും അനിയത്തിയാണ് ആ നാടകത്തില് വേഷം കെട്ടി ഇറക്കിയത്. എന്നിട്ട് പോലും നാടകം വലുതായിട്ടൊന്നും വിജയിച്ചില്ല. പക്ഷെ അവസാനം 1960-കളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ആത്മബലി എന്നൊരു നാടകം എഴുതി. ആത്മബലി ഭയങ്കരമായി കളിച്ച നാടകമാണ്. കാര്യം പട്ടാളക്കാരന്റെ ഒരു വീര്യം അല്ലെങ്കിൽ നമ്മുടെ സമയം ആവുന്നുള്ളൂ സാർ. നിർത്തട്ടെ. ഒരുപാട് ഉജ്ജ്വലമായ സംസാരിച്ചുകൊണ്ടിരിക്കണം, ക്ഷമിക്കണം, സമയത്തിന്റെ പ്രശ്നമുണ്ട് സാർ. ഓക്കെ നിങ്ങളൊന്ന് ഓർപ്പിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ NN പിള്ളയുടെ പ്രേതലോകം ഇങ്ങനെയുള്ള നാടകങ്ങളും കൂടെ ഞാൻ ഇന്ന് മെൻഷൻ ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒരുപാട് സംസാരിച്ചെങ്കിൽ നമ്മൾ ഈ ഇത്തരം നാടകങ്ങളെ കുറിച്ച്, സാമൂഹ്യത്തിന്റെ അതിന്റെ ഒരു വളർച്ചയെ കുറിച്ച് പറയുന്ന ഒരു ചെറിയൊരു ശ്രമമാണ് നടത്തിയത്. ഇനി നിങ്ങൾക്ക് എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു പോക്കുണ്ടായത് മാനത്ത് നിന്നെങ്ങാനും വന്നതാണോ എന്ന് വിചാരിച്ച് കിടക്കുകയാണ്. പക്ഷെ അതല്ല, സത്യം അറിയേണ്ട, സാമൂഹികമായ പുരോഗമനത്തെ കുറിച്ച് അറിയേണ്ട ബാധ്യതയുണ്ട്. ഇതൊക്കെ പലരും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമുക്ക് നാടകം ഒരു ഗാനം കൂടി ആക്കി പാടിയിട്ട് നമുക്ക് നിർത്താം. നമ്മുടെ പെരുമ്പുഴ സാർ, ബിജു പെരുമ്പുഴ സാർ, പഴയ നാടകഗാനം കൊണ്ടെങ്കിലും പൂർത്തിയാവുള്ളൂ സാർ.
കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. ഇപ്പം ഞാനിങ്ങനെ പ്രൗഢമായ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു നാടകങ്ങളുടെ ഒരു വരവും ഒക്കെ. അപ്പം ബൈജു പറഞ്ഞ പോലെ തന്നെ പഴയ തമിഴ് നാടകങ്ങളിൽ നിന്നും മാറ്റം വരുത്തി ഒരു നാടകങ്ങൾ, മലയാള നാടകങ്ങൾ വന്നതുപോലെ തന്നെയാണ് തമിഴ് നാടക ഗാനങ്ങളിലും നാടക ഗാനങ്ങളിലും ഇതുപോലൊരു പ്രബുദ്ധത നമുക്ക് വരുത്താൻ ഗാനങ്ങളിലൂടെ കഴിഞ്ഞു. തമിഴിന്റെ ഒരു അനുകരണത്തിൽ നിന്ന് മാറ്റി മലയാള നാടകങ്ങളിലൂടെ വന്ന KPSCയുടെ നാടകങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ KPSCയുടെ നാടക ഗാനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പാടുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റു നാടകങ്ങളിലും നല്ല 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 ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ ഇന്ന് പറയുന്നത് 1960 ദിവ്യബലി എന്ന് പറഞ്ഞൊരു നാടകം കോട്ടയത്തൊരു സമിതി, എനിക്ക് എന്റെ പേര് ഓർമ്മ വരുന്നില്ല, കോട്ടയത്തൊരു സമിതി അവതരിപ്പിച്ചു. ഒരു ചലച്ചിത്ര ഗാനം പോലെ തന്നെ ആ പാട്ട് ഹിറ്റാണ്. ആ പാട്ട് പാടുമ്പോൾ ഇത് നാടകഗാനമാണോ എന്ന് ചിലപ്പോൾ സംശയിക്കാവുന്ന രീതിയിൽ ആ പാട്ട് അന്ന് ഹിറ്റായിരുന്നു. യേശുദാസാണ് പാടിയത്. പക്ഷെ കോട്ടയത്ത് തന്നെ സാധാരണ ഒരു തയ്യൽ തൊഴിലാളിയാണ്, തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതായത് രചിച്ചത് MS വാസുദേവൻ എന്ന് പറഞ്ഞത്, കോട്ടയം ജോയ് എന്ന് പറഞ്ഞ ഒരാൾ സംഗീതം നൽകിയതാണ്. അപ്പൊ ആ ഒരു പാട്ട്, കാരണം KPSCയുടെ പാട്ടുകളെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പാട്ടൊന്ന് പാടിയിട്ട് നിർത്താം പെട്ടെന്ന് തന്നെ. അത് നമ്മള് ശബ്ദം കറക്റ്റാ കേൾക്കുന്നുണ്ടോ സാർ? അത് ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. അപ്പം എടുത്തോട്ട് ഒറ്റ മിനിറ്റ്, ഞാൻ ആ കേട്ടിരുന്നോണ്ട് ഒന്ന് എടുത്തു വെക്കാനും മറന്നുപോയി. അത്ര മനോഹരമായതല്ല സാറിന്റെ അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പം എടുക്കാം, വരിയിലൊന്ന് ഓർക്കാനായിട്ടാണ്. ഒരു തരത്തിലുള്ള കേരളത്തിന്റെ ഒരു ആത്മാവിന്റെ ആവിഷ്കാരം തന്നെയായിരുന്നു ബൈജു പ്രഭാഷണം എന്ന് പറയേണ്ടി വരും. അതാണ് അത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. രണ്ടും ഉദ്ഘാടനത്തിനും അതുപോലെയാണ് നമ്മൾ കിട്ടിയത്. അപ്പൊ ഞാൻ ഇത്രയും സമയം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പാട്ടൊന്നും കുറച്ച് പാടിയിട്ടങ്ങ് നിർത്താം. കരിവളയിട്ട കൈ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ, കരിവളയിട്ട കൈ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ, കരളിലിരിക്കുന്ന കനകക്കിനാവുകളെ കസവണിക്കാൻ നീ വരുമോ, കതിരുതിർ പുഞ്ചിരി കവിളിൽ വിരിച്ചു നീ കവിതയെ പോലിങ്ങു വരുമോ, കവിതയെ പോലിങ്ങു വരുമോ, കരിവളയിട്ട കൈ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ, മൈലാഞ്ചി കൈ നിറയെ തിരുമധുരവുമായി മണിയറവാതിലിൽ നീ വരുമോ, മധുരക്കിനാവിന്റെ മലർമഞ്ചലേറി, മധുരക്കിനാവിന്റെ മലർമഞ്ചലേറി മധുരാംഗിയാളെ നീ വരുമോ, മധുരാംഗിയാളെ നീ വരുമോ, കരിവളയിട്ട കൈ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ, കരിവളയിട്ട കൈ. വളരെ മനോഹരമായി. ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ സുനിൽ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. സലികുമാർ ഡോക്ടറെ.
സലീം ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള സലീം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യുമ്പോ. സാറേ, ഒരു മിനിറ്റ് തീർക്കാം. എനിക്ക് ഈ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം കൊണ്ട് മതിമറന്നു പോയി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ സംഘടിപ്പിച്ചുകൊണ്ടുവന്നതിൽ തന്നെ മനോഡോക്ടർ ഇത് പറയുന്നു, നന്ദി പറയുന്നു. അതല്ല, വൈചന്ദ്ര സാറിന് പറയുകയാണ്, സാറേ ഇതൊരു നല്ലൊരു ആർട്ടിക്കിളായിട്ട് തന്നെ നമ്മളെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വിക്കിപീഡിയൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു ആർട്ടിക്കിളാക്കി സാറ് മാറ്റണം. അതിൽ സാറ് ടച്ച് ചെയ്യേണ്ട ചില ആൾക്കാർ, ഒന്ന് CJ-യുടെ ആ മനുഷ്യൻ ഈ തന്നെ എന്നുള്ള ഇത് ഉൾപ്പെടുത്തണമെന്നുണ്ട്. പിന്നെ ഇവിടെ വിപ്ലവകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചില നാടകങ്ങളൊന്ന്, നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കിയ നാടകങ്ങളൊന്ന് ഭഗവാൻ കാലമാറുന്നു, അത് ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ്, ഇതൊക്കെ ഇവിടെ ഓരോരോ കാലത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്. അതിലൂടെ വന്ന് സാങ്കേതിക മികവിന്റെ രീതിയിൽ ഉരുത്തിരിഞ്ഞ രക്തരക്ഷസ്, ഇതൊക്കെ അതിൽ പരാമർശിക്കപ്പെടണം. പിന്നെ ഞങ്ങള് ഇന്ന് ഡോക്ടർമാർ പോലും അതിന്റെ ദോഷം തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ ഒരു നാടകകാരനായ എൻ്റെ സുഹൃത്തും കൂടിയായ ജോൺ ടി വേക്കൻ പോളിയോ എന്ന് പറഞ്ഞൊരു നാടകം എഴുതി. ആ സാമ്രാജ്യത്തെ ഇത് ആരോഗ്യരംഗത്ത് കൂടി എങ്ങനെ നമ്മളിലേക്ക് നുഴഞ്ഞു കയറാൻ പോകുന്നു എന്ന് മറ്റാരെങ്കിലും ഒരു വൈദ്യം ചിന്തിക്കുന്നതിന് മുൻപേ ഒരു ദീർഘദർശനം നടത്തിക്കൊണ്ട് അവതരിപ്പിച്ച നാടകമാണ് പോളിയോ. അതും ഒക്കെ സാറിന്റെ ചരിത്രത്തിൽ പെടണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ സാറ് പറഞ്ഞില്ല, അശ്വമേധത്തിന് വേറൊരു ചരിത്രവും കൂടി ഉണ്ട് സാറേ. അത് വിയറ്റ്നാമിലാണോ കൊറിയയിലോ എവിടെ പോയി കളിച്ചു. അന്ന് ആ നാടകം കണ്ടതിന് ശേഷം അവിടുത്തെ കുട്ടികൾ ഈ അവരുടെ ഇങ്ങനെ സാനിറ്റോറിയത്തിൽ നിന്ന് അവിടെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ക്ലാസ്സിൽ ഇരുത്തിയെന്നോ അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഭൂട്ടാനിലാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വളരെ അതിഗംഭീരമായിരുന്നു. ഇനിയും ഏതായാലും ഇതൊരു ചരിത്രമാക്കി ഇത് എഴുതപ്പെടണം സാർ. എഴുതിയിട്ടുണ്ടാ? ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെട്ടാൽ ഈ പോളിയോയെ കുറിച്ചൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ സലിമ ഡോക്ടർ. ഓക്കെ ഡോക്ടർ സുനിൽ. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. അശ്വമേധം എന്ന നാടകത്തിലെ ഒരു ഗാനം ആലപിക്കാൻ ശ്രമിക്കാം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, തൊഴുകൈ കുടന്നയിലാത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തൊഴുകൈ കുടന്നയിലാത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. മരണം വാതിൽക്കലൊരു നാൾ,
മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ. മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂടു തകരും നേരം ജീവജലം തരുമോ? ജീവജലം തരുമോ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? അതെ, അതും കൂടെ വേണമല്ലോ പൂർത്തിയാണെന്ന് തോന്നി. ഗോമർ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇത്രയും സാർത്ഥകമായിട്ട് വേറെ ആരെങ്കിലും ഈ പ്രാവശ്യം ലോക നാടക ദിനം ആചരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്ര ഗംഭീരമായിരുന്നു. വളരെ നന്ദി സാർ, അത് തന്നെ ധാരാളം. വളരെ നന്ദി സാർ. ഇപ്പൊ പരിപാടി അവസാനിപ്പിക്കുന്ന സമയമായി. നന്ദി പറയുന്നതിനായിട്ട് മറിയം ഡോക്ടർ ക്ഷണിക്കുന്നു. മറിയം ഡോക്ടർ. ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFH നടത്തിയ ലോക നാടക ദിനം പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും 10ാം ക്ലാസ് മുതൽ അഭിനയിക്കാൻ തുടങ്ങിയതായിട്ടും ജീവിതകാലത്ത് അനേകം നാടകവേദികളിൽ അനേകം നാടകങ്ങളിൽ അഭിനയിക്കുകയും അതിൽ നിന്നും ലഭിച്ച ഊർജത്തിൽ ഇന്നും ജീവിക്കുന്നുവെന്നും നമ്മളെ അറിയിച്ച നാടക ചലച്ചിത്ര താരം ശ്രീ MR ഗോപകുമാർ സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. മലയാളത്തിലെ പുരോഗമന നാടകങ്ങൾ തുടക്കവും വളർച്ചയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയും നാടകത്തിന്റെ ഉൽപ്പത്തി മുതൽ നമുക്ക് മനസ്സിലാക്കി തരികയും നാടകരംഗത്തെ പ്രശസ്തരെ കുറിച്ച് വളരെ വിശദമായി വിവരിക്കുകയും ചലനമുണ്ടാക്കിയ വളരെയധികം നാടകങ്ങളെ കുറിച്ച്, അത് എഴുതിയവരെ കുറിച്ചും അതിൽ അഭിനയിച്ചവരെ കുറിച്ചും വളരെ മനോഹരമായി ഓർമ്മയിൽ നിന്ന് അവതരിപ്പിക്കുകയും ചെയ്ത ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടറും എഴുത്തുകാരനും കൂടിയായ ശ്രീ ബൈജു ചന്ദ്രൻ സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ബൈജു ചന്ദ്രൻ സാറിനെ പരിചയപ്പെടുത്തുകയും അതുപോലെ നമുക്ക് വേണ്ടി ഒരു നാടകഗാനം ആലപിക്കുകയും ചെയ്ത ബിജു പെരുമ്പുഴ സാറിന് ഹൃദയപൂർവ്വം IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അശ്വമേധം നാടകത്തിലെ ഗാനം ആലപിച്ച സുനിൽകുമാർ ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ കവി കൂടിയായ സലിം കുമാർ ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഷൈല ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രത്യേക പരിപാടിയുടെ സംഘാടകനും ഇന്നത്തെ ഈ പരിപാടിയുടെ മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടറെയും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH ഇടതടവില്ലാതെ നടത്തിവരുന്ന 2043 സൂം വെബിനാറിൽ നടത്തപ്പെട്ട ലോക നാടക ദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും പേരുപേരായി നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിലുപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി അവസാനിപ്പിക്കുന്ന സമയമാകുന്നു. നാടകമേ ഉലകം എന്നാണെങ്കിലും നാടകം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നു, പരിഷ്കാരത്തിന് ആവശ്യമാണ് മനസ്സിലായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.